ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സ്റ്റോൺ ഏജിനെ പറ്റി നല്ല വൃത്തിയായിട്ട് പഠിച്ചു അല്ലേ. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക് എന്നൊക്കെയുള്ള ലിത്തിക് ഏജുകളിലൂടെ, സ്റ്റോൺ ഏജിലൂടെ, ശിലായുഗങ്ങളിലൂടെ എന്ത് ചെയ്തു, നമ്മളൊരു കുഞ്ഞു യാത്ര നടത്തി. ആ കാലഘട്ടത്തിലെ മനുഷ്യരെ പറ്റിയും അവർ ചെയ്തിരുന്ന പല കാര്യങ്ങളെ പറ്റിയും എല്ലാം എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ ഓരോ ഏജിലൂടെയും പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ആ മനുഷ്യൻ്റെ ഗ്രോത്തിൻ്റെ ഗ്രാഫ് എന്താണ്, ഇങ്ങനെ കയറി മുകളിലോട്ട് വരുന്നതും പല പല ഫെസിലിറ്റീസും നമുക്ക് പുതുതായിട്ട് ഉണ്ടാവുന്നതും എല്ലാം എന്ത് ചെയ്തിരുന്നു, നമ്മളവിടെ പഠിച്ചിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയാണ്. അതിന്റെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു ചാൽക്കോലിത്തിക് ഏജ് ആയിരുന്നു അല്ലെ. ചാൽക്കോലിത്തിക് എന്ന് പറയുമ്പോൾ എന്താണ്, താമ്രശിലായുഗം അല്ലെ. കോപ്പർ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ചാൽക്കോലിത്തിക് ഏജിന്റെ അവസാനത്തോടുകൂടി നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത്, ഇന്ത്യ മാപ്പിന്റെ ഈ ഡയറക്ഷനിൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വന്ന് താമസം തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആളുകൾ വന്ന് താമസം തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം ആരംഭിക്കുന്നത്, ഒരു ഒഫീഷ്യലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ചാൽക്കോലിത്തിക് ഏജിന്റെ അവസാനത്തോടുകൂടി പതിയെ പതിയെ സെറ്റിൽമെന്റ് ഉണ്ടാവുകയും എന്നാൽ ബ്രോൺസ് ഏജ് എത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രോൺസ് ഏജിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ആ ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലറിഷ്ഡായി, ഭയങ്കര വ്യാപകമായി, ഭയങ്കര വിപുലമായ രീതിയിൽ ഹൈടെക്കായി ജീവിച്ച ഒരു ജനക്കൂട്ടമായിരുന്നു ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്കാരമായിരുന്നു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കഥയാണ്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംസ്കാരം നിലനിന്നിരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അറിയണമെങ്കിൽ എന്തുണ്ടാവണം, അവിടെ വിപുലമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരം കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഇത്രയും നല്ലൊരു സംഭവമാണ്, ഇത് നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ്, ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളൊരു സംഭവം എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോഴത്തെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ആളുകളെ പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും എല്ലാമുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെല്ലാം നമുക്ക് കടന്നെല്ലാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ അന്ന് അങ്ങനെ വിളിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ട് ഇതിന്റെ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു സംഭവം പുറത്തു വരുന്നു, ഒഫീഷ്യലി വരുന്നത് 1826 ഇന്ത്യയിൽ വരുന്ന സഞ്ചാരിയായിട്ടുള്ള ചാൾസ് മേസൺ ആണ്. അപ്പൊ ഇതിങ്ങനെയൊക്കെ കേരള PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരാണെന്നൊക്കെ ചോദിക്കണം. അന്ന് അദ്ദേഹം ഇത് കണ്ടെത്തുമ്പോൾ ഇത് ഇത്രയും വലിയൊരു സംഭവം ഒന്നും മൂപ്പർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ചാൾസ് മേസൺ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ എന്ത് ചെയ്യാൻ തുടങ്ങി, ചെങ്കലിന്റെ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണിനടിയിലൊക്കെ കിടക്കുന്ന എന്ത് ചെയ്യാൻ തുടങ്ങി, ഇദ്ദേഹം അത് കാണാൻ തുടങ്ങി. ഇദ്ദേഹം അത് ഡയറിയിൽ കുറിച്ചിട്ടു. പക്ഷെ അതിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, യാതൊരു സംഭവം ഒന്നും കിട്ടുന്നില്ല, ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടുന്നില്ല. കാലക്രമേണ എന്ത് ചെയ്തു, ആളുകൾ മറന്നും പോയി. പിന്നീട് 1856 റെയിൽവേ ലൈൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. മുൾട്ടാൻ മുതൽ ലാഹോർ വരെയുള്ള റെയിൽവേ ലൈനാണ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇതിന്റെ കരാർ എടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് കിട്ടിയിരുന്ന ബ്രണ്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്കാണ്. രണ്ട് സഹോദരന്മാരാണ്, ബ്രണ്ടൻ ബ്രദേഴ്സ് ആണ്, രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. ഇവർ ഈ ട്രാക്ക് ഉറപ്പിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ട്രാക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. വളരെ ലൂസ് ആയിട്ടുള്ള സോയിലാണ്, ഇളകി കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ പണിക്കാരെ വെച്ച് പണിയെടുപ്പിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുഴിക്കുമ്പോഴത്തേക്കും അതിനടിയിലെല്ലാം നല്ല ചുടുകട്ടകൾ, ചൂട്ടെടുത്ത് ഇഷ്ടികട്ടകൾ, നല്ല അടിപൊളി ഇഷ്ടികട്ടകൾ. ഇവർ നോക്കുമ്പോൾ അടിച്ചില്ല ലോട്ടറി. ഇവർ എന്ത് ചെയ്തു, നല്ല വൃത്തിയായിട്ട് ആ ഇഷ്ടികട്ടകളൊക്കെ പാകിയിട്ട് മുൾട്ടാൻ മുതൽ ലാഹോർ വരെയുള്ള റെയിൽവേ ട്രാക്ക് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്തു, പണിതെടുത്തു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ മഹത്തായ സംസ്കാരത്തിന്റെ തെളിവുകൾ അന്ന് മണ്ണിന് മേലെ കിടക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇത്രയും വലിയൊരു സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തു, അവരത് വെച്ച് ട്രാക്ക് പണിതു. പിന്നെ ബ്രിട്ടീഷുകാരാണല്ലോ, അവർക്ക് അന്നും എന്നും നമ്മുടെ ഇന്ന് മാക്സിമം, ഇന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്നൊക്കെ ഇവിടെ നിന്ന് എത്രത്തോളം ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം തന്നെ പറയുന്നത്. നമ്മുടെ ശശി തരൂർ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, എന്താ പറയുക, നിങ്ങൾ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങളുടെ ലൂട്ട് എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഹിന്ദി വാക്കാണ്, ആ വാക്ക് പോലും നിങ്ങളിവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് ശശി തരൂർ ഒരു സ്പീച്ചിൽ പറയുന്നത്. ലൂട്ട് ആക്ച്വലി ഹിന്ദി വാക്കാണ്, അത് ഇംഗ്ലീഷ് ഒറിജിനുള്ള വാക്കല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബ്രണ്ടൻ ബ്രദേഴ്സ് നല്ല വൃത്തിയായിട്ട് ട്രാക്ക് പണിതു. പിന്നീട് അതിന് മുമ്പും നാട്ടുകാർക്ക് അവിടെ നിന്ന് പലതരത്തിലുള്ള ഇഷ്ടികട്ടകളും മണ്ണിനടിയിൽ നിന്നും പല സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവരതെല്ലാം എടുത്ത് ഇവരുടെ വീട് പണിക്കും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുട്ടെടുത്ത ഇഷ്ടികട്ടകളാണ് എത്ര നൂറ്റാണ്ടുകൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ കഴിയുന്നത്. ബാക്കി പല സാധനങ്ങൾക്കും കേടുപാടുകളും ഇതും എല്ലാം വരുമ്പോഴും ഈ ചുട്ടെടുത്ത ഇഷ്ടികട്ടകൾ പല സംസ്കാരങ്ങളുടെയും
ഭാഗമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ കിട്ടുമ്പോൾ ഈ ഇഷ്ടിക കട്ടകൾ എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കുന്ന പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ 1800 ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഇതിന് 3500 വർഷത്തെ പഴക്കമുണ്ട്, അല്ലെങ്കിൽ 4000 വർഷത്തോളത്തെ പഴക്കമുണ്ട്. എന്നിട്ടും എന്ത് ചെയ്തിരുന്നു, അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, അത്ഭുതകരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥ ഈ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു, സംഭവം അതൊക്കെ അതോടുകൂടി തീർന്നു. പിന്നീട് 1861 ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്, ഇന്ത്യയിലെ ഈ ചരിത്രം പഠിക്കാനും ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്. അതിന്റെ ഹെഡായിട്ട് അലക്സാണ്ടർ കണ്ണിഹാമിനെ, അതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഇദ്ദേഹമാണ് അലക്സാണ്ടർ കണ്ണിഹാം, 1861 എന്ത് ചെയ്യപ്പെടുകയായി, അപ്പോയിന്റ് ചെയ്യപ്പെടുകയായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, പര്യവേക്ഷണം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഒരു സീലൊക്കെ കിട്ടുന്നുണ്ട്, ഒരു ഹാരപ്പൻ സീലിന്റെ കാര്യമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം അത് അത്ര വലിയ എന്താ പറയുക, ഇത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണെന്ന് എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് തോന്നുന്നില്ല. പിന്നീട് ഇത് കാലക്രമേണ കഴിഞ്ഞു പോയി. കാരണം ആ സമയത്ത് ഒരു ബുദ്ധിസ്റ്റ് സിറ്റി, ഒരു 7th സെഞ്ചുറിയിൽ ഒരു ലോസ്റ്റ് ബുദ്ധിസ്റ്റ് സിറ്റി ഉണ്ട്. അതിന്റെ പുറകെ ആയിരുന്നു എന്ത് വരുന്നത്, ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പര്യവേക്ഷണങ്ങളും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇത്രയും വഴക്കുള്ള 2500 BC നിലനിന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും ആർക്കും ആ സമയത്ത് അറിയില്ല. എന്നത്തെ പോലെ നമുക്ക് അറിയുന്ന പോലെ ഇന്ത്യയിൽ അറിയുന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തില്ല, അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. പിന്നീട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നതും അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ വളരെ വിപുലമായ സംഭവങ്ങൾ നടക്കുന്നതും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1904 ജോൺ മാർഷലിനെ ഇതേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആര് അപ്പോയിന്റ് ചെയ്യും, കേഴ്സൺ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ജോൺ മാർഷൽ ഇതിനെ പറ്റി ചെറിയ രീതിയിലൊക്കെ പഠിക്കും, എന്ത് ചെയ്യാൻ തുടങ്ങി, എന്തൊക്കെയോ ഇവിടെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അലക്സാണ്ടർ കണ്ണിഹാമിന്റെ അദ്ദേഹത്തിന്റെ വേറൊരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അത് അറിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇതിന്റെ മുകൾ ഭാഗത്തെ സാധനങ്ങൾ മൊത്തം ഈ ട്രാക്ക് ഇടാനും അതുപോലെ നാട്ടുകാരുമായിട്ട് എല്ലാം അടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഇനി അവിടെ അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ വളരെ വിശദമായ രീതിയിലുള്ള എക്സ്കവേഷൻസും അതുപോലെ തന്നെ എന്താ പറയാ പരിപാടികളും നടന്നേ പറ്റൂ. അപ്പൊ അത്തരത്തിലുള്ള സംഭവം, അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഇത് അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഒഴിവാക്കുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊരു ഡയറിയിൽ കുറിച്ചിട്ടതായിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അത് ഒഴിവായി പോകുന്നത്. കാരണം മേലത്തെ മൊത്തം നാട്ടുകാർ അടിച്ചുകൊണ്ട് പോയി ആ സമയമാകുമ്പോഴത്തേക്കും, അന്നും ഇന്നും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ അത് പോയി കഴിഞ്ഞു. പിന്നീട് ഇതിൽ ഈ പറയുന്ന പ്രാധാന്യത്തോടുകൂടി നോക്കുന്ന ആരാണ്, 1904 കേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്ന ജോൺ മാർഷലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. ഈ ജോൺ മാർഷൽ എന്ന് പറയുന്ന പേര് നിങ്ങളിൽ പലർക്കെങ്കിലും സുപരിചിതമായിരിക്കും. സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത്, ആ സംസ്കാരം കണ്ടുപിടിച്ചു എന്ന് തന്നെ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്ന ആർക്കാണ്, ഈ 1904 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡായിട്ട് വരുന്ന ജോൺ മാർഷലിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ആരെന്ന് പറയുന്നത്, ജോൺ മാർഷൽ എന്ന് പറയുന്നത്. പിന്നീട് ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെയൊന്നുമല്ല, പിന്നീട് വളരെ വിപുലമായ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവമായിട്ട് മാറുന്ന 20 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലാണ് MS വാട്സും ദയാറാം സാനിയും RD ബാനർജിയും പോലത്തെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെയും ചരിത്രകാരന്മാരുടെയും നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്കവേഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതാണ് RD ബാനർജി എന്ന് പറയുന്നത്, വളരെ ഹയർ പോസ്റ്റിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ബാക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞ അലക്സാണ്ടർ കണ്ണിഹാം ആണെങ്കിലും ജോൺ മാർഷൽ ആണെങ്കിലും ബ്രിട്ടീഷുകാരാണ്. പക്ഷെ RD ബാനർജി എന്താണ്, ഇന്ത്യക്കാരനാണ്. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ പല തെളിവുകളും പല ചരിത്രാവശിഷ്ടങ്ങളും മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത് ചില്ലറക്കളിയല്ല. കാരണം മെസോപ്പൊട്ടാമിയ ഭയങ്കര പഴക്കമുണ്ട് അല്ലേ, ആ കാലഘട്ടവുമായി കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ ഇവിടെ നിന്ന് കിട്ടി. സീലുകളായാലും ബാക്കിയായാലും എല്ലാം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചില്ലറ സംഭവം എന്നല്ല, ഇതിന് പുറകിൽ വളരെ കാര്യമായ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നല്ല വൃത്തിക്ക് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കും മനസ്സിലായപ്പോഴാണ് എന്ത് വരുന്നത്, ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള പഠനങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, വൃത്തിയായി നടക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലോട്ട് പഠിക്കാനുള്ള എത്തുന്ന ഒരു കഥ എന്ന് പറയുന്നത്. 1826 മുതൽ അവിടെ നിന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ആരും എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം 100 വർഷങ്ങൾക്ക് ഇപ്പുറം 1920-25 കാലഘട്ടങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി വളരെ വിപുലമായ രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്ലൈൻ കിട്ടില്ല, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് എന്തായിരുന്നു ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് നോക്കാം. ഹാരപ്പൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നു എന്ന് പറയുന്ന വർഷം 2600 മുതൽ 1900 BCE വരെയാണ്. ഈ വർഷം ഞാൻ ഇപ്പോഴേ പറഞ്ഞോട്ടെ, കണ്ടീഷൻസ് അപ്ലൈ ആണ്. കാരണം ഇത് ഞാൻ NCERT വർഷമാണ് എടുത്തിരിക്കുന്നത്. ഇത് പല ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ പല റേഞ്ചിലുള്ള വർഷങ്ങൾ കാണാം. ഇങ്ങനെ ഡിറ്റോട്ട് കലണ്ടറിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടുള്ള തെളിവോ ഒന്നും നമുക്കില്ല. ആ കാലഘട്ടത്തിൽ പല നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ കാർബൺ ഡേറ്റിംഗ് അതുപോലത്തെ പ്രോട്ടോഹിസ്റ്ററിയുടെ ഭാഗമാണ് അല്ലെ, പല തെളിവുകളും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള വർഷമാണ് ഇതെന്ന് പറയുന്നത് ഈ 2600 മുതൽ 1900 വരെയുള്ള വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ടൈം ലൈൻ ആയിട്ട് എന്ത് ചെയ്താൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി.
അത് മാറിക്കണ്ടു കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കേണ്ട, അത് പലയിടത്തും പലതായിട്ട് തന്നെയാണ്. ഓരോ ഹിസ്റ്റോറിയൻസും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, ആ വർഷം കൊടുക്കാറുള്ളത്. ഇനി ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു 100-200 വർഷത്തിലേക്ക് മാറ്റം എന്ത് ചെയ്യാറുണ്ട്, പലയിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയുടെ പ്രോട്ടോ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി അല്ലെ, പ്രോട്ടോ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു, ചാൽക്കോലിത്തിക്കിന്റെ അവസാന കാലഘട്ടത്തോടു കൂടി പല ഭാഗങ്ങളിലും സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത് ഫ്ലറിഷ്ഡ് ആവുന്നത്, ഈ കാണുന്ന രീതിയിലായി മാറുന്നത് ബ്രോൺസ് ഏജിലാണ്. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സിവിലൈസേഷനെ നമ്മൾ ഏത് ഏജിലെയാണ് എന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടുന്ന ഉത്തരം ഏതാണ്, അത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ തന്നെയാണ്. ഇത് മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും കോൺടെമ്പററി ആയിരുന്ന സിവിലൈസേഷനാണ്. ആ സീലൊക്കെ കിട്ടിയ കഥ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ആർട്ടിഫാക്ട്സ് ലിങ്ക് ചെയ്ത കഥ ഞാൻ പറഞ്ഞില്ലേ. നമുക്കറിയാം നൈൽ വാലിയിൽ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ടൈഗ്രിസ് യൂഫ്രട്ടീസ് വാലിയിൽ ഉണ്ടായിരുന്ന മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ഇൻഡസ് സരസ്വതി വാലിയിൽ ഉണ്ടായിരുന്ന ഹാരപ്പൻ സിവിലൈസേഷനും ചൈനയിൽ ഉണ്ടായിരുന്ന ഹാങ്ഹോ വാലി സിവിലൈസേഷനും എല്ലാം എന്താണ്, ഒരേ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ വേൾഡ് ഹിസ്റ്ററി ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ചൈനീസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹാരപ്പയെ പറ്റിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുമായിട്ടെല്ലാം പടർന്നു കിടന്ന ഒരു സിവിലൈസേഷനാണ്, ഒരു സംസ്കാരമാണ് ഏതെന്ന് പറയുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അർബൻ സിവിലൈസേഷനാണ്, നാഗരികതയാണ്. ഇവർ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെയാണ്. അതൊക്കെ നിങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല ദ്രവീഡിയൻ സെറ്റിൽമെന്റ് ആണ്, ദ്രാവിഡന്മാരാണ് എന്ത് ചെയ്തിരുന്നത്, ആ കാലഘട്ടത്തിൽ അവിടെ സെറ്റിൽ ചെയ്തിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ദ്രാവിഡിയൻ സെറ്റിൽമെന്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ നാഗരികതയാണ്, ആദ്യത്തെ അർബൻ സിവിലൈസേഷൻ ആണ്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. വെസ്റ്റ് പഞ്ചാബിലെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള ഹാരപ്പയാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന സൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെ കൂടി അറിയപ്പെടുന്നത്, ഹാരപ്പ സിവിലൈസേഷൻ എന്നുകൂടി അറിയപ്പെടുന്നത്. ഇപ്പൊ അതിന് ഇൻഡസ് വാലി എന്ന് പോലും വിളിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്, എങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ഹാരപ്പ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയപ്പെടുന്നത് തന്നെയാണ്, ഒരേ സംഭവം തന്നെയാണ്. പിന്നെ ആരാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന സംഭവം കോയിൻ ചെയ്ത്, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ജോൺ മാർഷലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി വന്ന ജോൺ മാർഷലാണ് എന്ത് ചെയ്യുന്നത്, ആ പദം കോയിൻ ചെയ്യുന്നത്. ഇത് ഇന്നത്തെ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, രാജസ്ഥാൻ കവർ ചെയ്യുന്നുണ്ട്, പഞ്ചാബ് കവർ ചെയ്യുന്നുണ്ട്, ഹരിയാന കവർ ചെയ്യുന്നുണ്ട്, ഗുജറാത്ത് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ പാകിസ്ഥാനോട്, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ ഭൂരിഭാഗം എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാനോട് വരുന്നത്. ഏകദേശം 8 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട സൈറ്റുകൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നത്, ഞാൻ വിട്ടുപോകുന്നല്ല. നമുക്കിനി വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓരോരോ ഹാരപ്പൻ സൈറ്റായിട്ട് എടുത്ത് ഇന്ത്യ ഇടുന്നുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയത്, ആരാണ് കണ്ടുപിടിച്ചത്, എപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കഥ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സൈറ്റിനെയും നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജനറൽ ആയിട്ട് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിലും അതുപോലെ പാകിസ്ഥാനിലുമായിട്ട് കിടക്കുന്നു എന്ന് എന്ത് ചെയ്തത്, പറഞ്ഞു പോയത്. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടങ്ങളെ, ഈ ഫേസുകളെ നമ്മൾ 3 ആയിട്ടാണ് പ്രധാനമായും തരംതിരിക്കുന്നത്. ദ ഏർലി ഓർ പ്രീ ഹാരപ്പൻ ഫേസ് 3200 മുതൽ 2600 BC വരെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എഗെയിൻ വർഷം റേഞ്ച് ആണ്, ആ രീതിയിൽ മാത്രം കൊടുത്താൽ മതി. ഇത് റീജിയണലൈസേഷൻ എറിയാണ്, അതായത് ആളുകൾ ഇങ്ങനെ പതുക്കെ വന്ന് എന്ത് ചെയ്യാണ്, ഓരോ ഭാഗങ്ങളായിട്ട് താമസിച്ചു തുടങ്ങുകയാണ്. രണ്ടാമത് വരുന്നതാണ് മെച്ചുർ ഹാരപ്പൻ ഫേസ് 2600 മുതൽ 1900 BC വരെയുള്ളത്. ഇതാണ് അർബൻ ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്. വളരെ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മെച്ചുർ ഹാരപ്പൻ ഫേസ് ആണ്. അതായത് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പ്രധാനമായും വിശേഷിപ്പിക്കുന്ന ഏതിനെയാണ്, ഈ മെച്ചുർ ഹാരപ്പൻ ഫേസിനെയാണ്. ബാക്കി മറ്റേത് ആളുകൾ വരുന്നേ ഉള്ളൂ, മൂന്നാമത്തെ ആളുകളെല്ലാം ഇവിടുന്ന് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ മെച്ചുർ ഹാരപ്പൻ ഫേസ് ആണ്, അർബൻ ഫേസ് ആണ്. 2600 മുതൽ 1900 വരെയുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ലേറ്റ് ഹാരപ്പൻ ഫേസ് ആണ്, ഇൻഡസ് കൾച്ചർ ഡിക്ലൈൻ, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. 1900 മുതൽ 1300 BC വരെയാണ് ഇതിൽ വരുന്നത്, ഈ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഈ മെച്ചുർ ഹാരപ്പൻ ഫേസിനെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ നാഗരികതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോകുന്നത്. ടൗൺ പ്ലാനിങ്, വളരെ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത ടൗണുകളും വീടുകളും എല്ലാം എന്തുണ്ടായിരുന്നു, ഇവർക്കുണ്ടായിരുന്നു. അർബൻ ഔട്ട്ലുക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞ ആദ്യത്തെ അർബൻ സിവിലൈസേഷൻ ആണ്, ആദ്യത്തെ നാഗരികതയാണ്. ഗ്രിഡ് പാറ്റേണിലാണ് വീടുകൾ കെട്ടിയിരുന്നത്. സ്ട്രീറ്റ്സ് നോർത്തിലായിരുന്നു, അതുപോലെ തന്നെ നോർത്ത് ഡയറക്ഷനിലായിരുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്തത്. വായിച്ച് ചിലപ്പോൾ കൺഫ്യൂഷൻ നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു രീതിയിൽ കെട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. നോർത്ത് ഫേസ് ചെയ്യുന്നു, അതിൽ സ്ട്രീറ്റ്സ് എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രിഡ് പാറ്റേൺ എന്ന് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ആർക്കിടെക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയും. നമുക്കിപ്പോൾ തൽക്കാലം ഇത്രയും മതി. മാത്രമല്ല, ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഈ ഗ്രിഡ് പാറ്റേണും അതുപോലെ സ്ട്രീറ്റ്സ് റാൻ ഫ്രം നോർത്ത് ആൻഡ് കട്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വളരെ
വളരെ വളരെ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലൊന്നാണ് ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി ആയിരുന്നു ഇവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അതായത് ചുമ്മാ നമ്മൾ ഈ വെറുതെ കെട്ടിപ്പൊക്കല്ല, കുറേ ആളുകൾ ഒരു ഭാഗത്ത് നിന്ന് കെട്ടിപ്പൊക്കായിരുന്നില്ല. ഇവർ പ്രോപ്പറായിട്ട് ഇവിടെ നമ്മൾ താമസിക്കാൻ പോവുകയാണ്, ഇവിടെ നമ്മളൊരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇന്ന രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവർ വീട് കെട്ടുന്നതിന് മുമ്പ് ഡ്രെയിനേജ് സിസ്റ്റം കെട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്ത് ചെയ്യുന്നത് ചരിത്രകാരന്മാരും അതുപോലെ ശാസ്ത്രം ഇതിനെപ്പറ്റി പഠിക്കുന്നവരും വിശ്വസിക്കുന്നത്. ആദ്യം ഡ്രെയിനേജ് സിസ്റ്റം കെട്ടി, അത് ഓരോ വീട്ടിൽ നിന്നും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, അതിന് മുകളിൽ വീട് കെട്ടിയിരിക്കുന്നത്. അതായത് എല്ലാം പ്രീ പ്ലാൻഡ് ആണ്, ചുമ്മാ വായി തോന്നിയ പോലെ ചെയ്യുന്ന പരിപാടി ആയിരുന്നില്ല ആരെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ നഗരത്തെ ഇവർ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരുന്നു. സിറ്റാഡൽ അല്ലെങ്കിൽ റേസ്ഡ് പാർട്ട്, ഒരു ഉയർന്ന പാർട്ട് ഉണ്ടായിരുന്നു, അത് സിറ്റിയുടെ വെസ്റ്റേൺ സൈഡ് ആയിരുന്നു. അതേസമയം ഒരു ലോവർ പാർട്ട് ഉണ്ടായിരുന്നു, അത് സിറ്റിയുടെ ഈസ്റ്റേൺ സൈഡ് ആയിരുന്നു. ഈ ഉയർന്ന ഭാഗം അല്ലെങ്കിൽ സിറ്റാഡൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഭാഗത്ത് താമസിച്ചിരുന്നത് ഭരണകർത്താക്കളും അതുപോലെ റിച്ച് ആയിട്ടുള്ള കച്ചവടക്കാരുമാണെന്നാണ് എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. അതേസമയം ഈസ്റ്റേൺ സൈഡ് അല്ലെങ്കിൽ താഴത്തെ പാർട്ടിലോ സാധാരണക്കാരായ കോമൺ സിറ്റിസൺസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ താമസിച്ചിരിക്കുന്നത്. അപ്പോൾ ടൗൺ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ളതാണ്. രണ്ട് തരത്തിലുള്ള സ്ഥലങ്ങൾ അവിടെ താമസിക്കാൻ ആളുകൾക്ക് ഉണ്ടായിരുന്നു. സിറ്റാഡൽ ഉയർന്ന ഭാഗം റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിച്ചു, ലോവർ പാർട്ടിൽ എന്ത് ചെയ്തു സാധാരണക്കാരനും അവിടെ താമസിച്ചു. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണേ, ഇന്നും നമുക്ക് എന്തില്ല, പല ഭാഗങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളില്ല. വളരെ വ്യക്തമായ ഇടവേളകൾ ഇവർക്ക് എന്തുണ്ടായിരുന്നു, ലാമ്പ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇട്ട് കത്തിച്ച വിളക്കുകൾ വളരെ വ്യക്തമായ ഇന്റർവെല്ലുകൾ എന്തുണ്ടായിരുന്നു ഇവരുടെ സ്ട്രീറ്റുകളിൽ ഉണ്ടായിരുന്നു വെളിച്ചം കിട്ടാനായിട്ട്. മാത്രമല്ല ചുട്ടെടുത്ത ഇഷ്ടികട്ടകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റോണേജിനെ പറ്റിയൊക്കെ പറഞ്ഞു സൺബേൺഡ് ബ്രിക്സ് നമ്മൾ പറഞ്ഞു അല്ലെ, സൂര്യന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ഇഷ്ടികട്ടകൾ. ഇതല്ല, ചുട്ടെടുത്ത ഇഷ്ടികട്ടകൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതവർ വളരെ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും ഐഡന്റിക്കൽ റേഷ്യോ ആണ്, 1:2:4 ആണ്. വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ റേഷ്യോ സിമിലർ ആണ്. കാരണം വീട് കെട്ടാൻ വേണ്ടുന്ന കല്ലിന്റെ വലിപ്പത്തിലല്ല സിറ്റാഡൽസ് കോട്ട മതിലുകളും എന്ത് ചെയ്തിരിക്കുന്നത് ഒരു കെട്ടിക്കുന്നത്, പക്ഷേ റേഷ്യോ സെയിം ആണ്. അതിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇപ്പോൾ 1:2:4 റേഷ്യോ, തിക്നെസ് ഈസ്റ്റ് വിഡ്ത്ത് ഈസ്റ്റ് ലെങ്ത് എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇവർ ഇഷ്ടികക്കട്ടകൾ ചുട്ടെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇവർ ഭൂരിഭാഗവും എല്ലാം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്, ഈ ചുട്ടെടുത്ത ഇഷ്ടിക കട്ടകൾ കൊണ്ട് തന്നെയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം കെട്ടിയിരിക്കുന്നത്. അതിനിപ്പോൾ വീടായാലും കോട്ടയായാലും എല്ലാം ആയാലും, ഞാൻ പറഞ്ഞില്ലേ കോട്ടയുടെ മതിലും അതുപോലെ സംഭവമൊക്കെ ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ഇവർ കല്ലിന്റെ വലിപ്പം അങ്ങോട്ട് നൈസായിട്ട് കൂട്ടും, റേഷ്യോ ഇത് കീപ്പ് ചെയ്തുകൊണ്ട് കല്ലിന്റെ വലിപ്പം കൂട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ കാലഘട്ടത്തിലെ ആ ആളുകളുടെ വീടുകളെ പറ്റിയാണ്. എങ്ങനെയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ വീടുകൾ കെട്ടി താമസിച്ചിരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ആ കാലഘട്ടത്തിൽ ഈ നമുക്ക് കിട്ടിയ എന്താ പറയുക ചരിത്രാവശിഷ്ടങ്ങളിൽ നിന്ന്, അവശേഷിപ്പുകളിൽ നിന്ന് കലാകാരന്മാർ വരച്ചുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ വീട് നിലനിന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് നമുക്ക് നോക്കാം. 2 or more സ്റ്റോറീസ്, രണ്ടിലധികമോ നിലകളുള്ള വീടുകളാണ് എന്ത് ചെയ്തിരുന്നത്, വളരെ കോമൺ ആയിട്ട് അവിടെ ആളുകൾ കെട്ടിയിരുന്നത്. നമ്മൾ ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര കൗതുകത്തോടുകൂടി ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നമ്മൾ പഠിക്കണമെങ്കിലുണ്ടല്ലോ ഭയങ്കര രസമാണ് ഹിസ്റ്ററി പഠിക്കാനായിട്ട്. എസ്പെഷ്യലി ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 14,500 വർഷങ്ങൾക്ക് മുമ്പ്, നമുക്ക് വേണമെങ്കിൽ ഒരു 50ഓളം തലമുറകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് നാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെയാണ് അവർ കഴിച്ചിരുന്നത്, എവിടെയാണ് അവർ താമസിച്ചിരുന്നത്, എങ്ങനെയാണ് അവർക്ക് കാശ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആ ഒരു കൗതുകത്തോടെ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ട് നമുക്കത് പഠിക്കാനൊന്നും തോന്നില്ല. നമുക്ക് ആ ഒരു അറിവ് സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ അത് അറിയാനുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരിക്കില്ല, അത് അറിയാൻ ഭയങ്കര രസമായിരിക്കും നമുക്ക്. അപ്പം അങ്ങനെ നിങ്ങൾ ഇതിനൊന്ന് നോക്കിക്കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ എത്രത്തോളം ഞാൻ പറഞ്ഞു തരുന്നതിലൂടെ നിങ്ങൾ അതിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ആംഗിൾ നോക്കിക്കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഭയങ്കര രസമുള്ള സബ്ജക്റ്റാണ്. ഇത്തരം ആളുകളെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സ്വതവേ എന്താ പറയുക താനേ നമുക്ക് എന്ത് വന്നോളും, ഒരു ക്യൂരിയോസിറ്റി വന്നോളും. അപ്പൊ 2 നിലയുള്ള വീട് നമ്മൾ പറഞ്ഞു നിർത്തിയത്, നമ്മൾ ഈ പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ആ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആലോചിക്കുക അല്ല, 2 നിലയുള്ള വീടായിരുന്നു അവർ അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഓരോന്നിനും സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു, സ്റ്റെയർ കേസ് ടു റീച്ച് ദ സെക്കൻഡ് സ്റ്റോറി ഓഫ് ദ റൂഫ്. മേലോട്ട് കയറി പോകാനായിട്ട്, ഈ റൂഫിൽ കയറാനായിട്ട് അവിടെ എന്ത് ചെയ്തിരുന്നു, അവർ സ്റ്റെയർ കേസ് പണിതിരുന്നു അക്കാലത്ത്. നോ വിൻഡോ ഫേസ് ദ സ്ട്രീറ്റ്സ്, എന്തുണ്ടായിരുന്നില്ല, സ്ട്രീറ്റ് നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്താണ്, 2 ഭാഗങ്ങളിലാണ് വീട് കെട്ടിയിരിക്കുന്നത്, ഗ്രിഡ് പാറ്റേണിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ട്രീറ്റിനെ ഫേസ് ചെയ്ത് വിൻഡോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ സ്ട്രീറ്റിലുള്ളവർക്കോ, സ്ട്രീറ്റിലുള്ള കാര്യങ്ങൾ സ്ട്രീറ്റിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീടിനകത്തുള്ള കാര്യങ്ങളോ കാണാൻ പറ്റില്ല. പ്രൈവസി ആയിരുന്നു അക്കാലം, ആ പ്രൈവസിക്ക് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. വുഡൻ ഡോർസ്, മരം കൊണ്ടുള്ള വാതിലുകൾ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റേർഡ് ഫ്ലോർസ്, നിലത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാകിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ പോലെ ചാണകം തെച്ചിട്ടേക്കല്ല അല്ലേ,
നല്ല ടൈലൊക്കെ പോലത്തെ വൃത്തിയായ വസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അവർ പാകിയിരുന്നു. സെപ്പറേറ്റ് ടൈൽഡ് ബാത്റൂംസ് എങ്ങനെയായിരുന്നു, വേറെ തന്നെയായിരുന്നു. ചില വീടുകളിൽ എന്തും കാണാൻ പറ്റിയിട്ടുണ്ട്, കിണറുകളും കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലയിടത്ത് 2 വീടുകൾക്ക് ഒരു കിണർ എന്നുള്ള രീതിയിലൊക്കെ കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തും ഉപയോഗിച്ചിരുന്നു, ആ കാലഘട്ടത്തിൽ കിണർ കുഴിച്ച് വെള്ളം എടുത്തിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ കാലഘട്ടത്തിൽ ഒരു ജനത ഈ ഒരു സെറ്റപ്പിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ 4500 വർഷങ്ങൾക്ക് മുമ്പാന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടെക്നോളജിയോ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. സോ അവിടുത്തെ ആ ഒരു വീടുകളുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഈ പടം കണ്ടാൽ തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് താനെ മനസ്സിൽ കയറിക്കോളും. ഇനി ആ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അവരുടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുട്ടെടുത്ത് ഇഷ്ടി കട്ടകൾ പോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവരുടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, ക്ലാസ്സുകൾ കാണുകയും നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുകയാണെന്ന് വിശ്വസിക്കുന്നു. അക്കാഡമിക്സ് PSC നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന KAS ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് NCERT SCERT ടെക്സ്റ്റുകൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാനായിട്ട് നോക്കുന്നത്. ഇതിനു മുമ്പുള്ള KS എക്സാമിനേഷൻ്റെയും അതുപോലെ തന്നെ മുമ്പുള്ള UPSC തലത്തിലുള്ള എക്സാമുകളുടെയും ഡിഗ്രി തലത്തിലുള്ള എക്സാമുകളുടെയും എല്ലാം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് സീരീസുകളും നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ഡിഗ്രി തലത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡി പ്ലാനുകളുടെ ടെസ്റ്റ് സീരീസുകളും ഇതേ കോഴ്സ് എടുക്കുന്ന നിങ്ങൾക്ക് നമ്മൾ നൽകുന്നതാണ്. സോ നമുക്ക് പഠിക്കാം, അതിനോടൊപ്പം തന്നെ പരീക്ഷ എഴുതിയും പഠിക്കാം. ഇപ്രാവശ്യത്തെ KASന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാട്സപ്പ് ചെയ്യാനുള്ള ലിങ്കും കോഴ്സിൻ്റെ ലിങ്കും നമ്മൾ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു വെരി മച്ച്. മോർട്ടാർ കൊണ്ടും ലൈം കൊണ്ടും ജിപ്സം കൊണ്ടും പണിതെടുത്ത അഴുക്ക് ചാലുകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ഇത്ര ചെറുതൊന്നുമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഈ വലിപ്പത്തിലുള്ള അഴുക്ക് ചാലുകൾ അവിടെ കാണാൻ പറ്റും. ഇത് അവിടുത്തെ മറ്റൊരു അഴുക്ക് ചാലിന്റെ വലിപ്പമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോർട്ടാർ കൊണ്ടും ലൈം കൊണ്ടും ജിപ്സം കൊണ്ടുള്ള അഴുക്ക് ചാലുകൾ ഉണ്ടായിരുന്നു. ബ്രിക്ക് സ്ലാബുകൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻ ഹോളുകൾ ഉണ്ടായിരുന്നു, നോക്കാനായിട്ട് ക്ലീനിങ്ങിനുള്ള ടൈം ആയോ ഫില്ലാവാനായോ എന്നൊക്കെ നോക്കാനുള്ള ഇൻസ്പെക്ഷൻ ഹോളുകൾ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു സ്ലോപ്പ് അല്ലെ, എന്ത് നമുക്കറിയാം, വെള്ളം പ്രോപ്പറായിട്ട് ഒഴുകിപ്പോയിട്ടൊരു ജെന്റിൽ സ്ലോപ്പ് കൊടുത്തിരുന്നു. അവരുടെയൊക്കെ ആ കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് മിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമിച്ചേ പറ്റൂ. മാത്രമല്ല മോസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ് ഡ്രെയിൻസ് കണക്റ്റഡ് ടു ഹൗസ് ഡ്രെയിൻസ്, ഓരോ വീട്ടിൽ നിന്നുള്ള അഴുക്ക് നേരെ എന്താ പറയുക ഈ സ്ട്രീറ്റിലെ ഡ്രെയിനിലോട്ട് ഒഴുക്കാനായിട്ടുള്ള ഓരോ വീട്ടിലും എന്തായിരുന്നു, ഒരു ഹൗസ് ഡ്രെയിൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഒരു കോമൺ ആയിട്ട് സ്ഥലത്ത് വയ്ക്കുകയും അവിടെ ഡംപ് ചെയ്യുകയാണ് എന്ത് ചെയ്തിരുന്നത്, അവർ ചെയ്തിരുന്നത്. യജാതി പ്ലാനുകൾ, യജാതി തല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിച്ചത്? മോർട്ടാർ കൊണ്ടും ലൈം കൊണ്ടും ജിപ്സം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. ബ്രിക്ക് സ്ലാബുകൾ വെച്ച് അവരത് കവർ ചെയ്തിരുന്നു. ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പെക്ഷൻ ഹോൾസ് ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് സ്ലോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം പ്രോപ്പറായിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട്. അതുപോലെ എല്ലാ വീട്ടിലെ ഡ്രെയിനേജ് സിസ്റ്റം എന്ത് ചെയ്തിരുന്നു, സ്ട്രീറ്റ് ഡ്രെയിൻസുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഇതാണ് അവരുടെ അന്നത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയാണ് പൊതുവെ ജീവിച്ചിരുന്നത് എന്നുള്ളതിന് ആദ്യത്തെ പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, അർബൻ സൊസൈറ്റി ആയിരുന്നു, നാഗരികതയായിരുന്നു അല്ലെ. നഗരത്തിലെ ആളുകൾ പോലെയാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണകർത്താക്കളാണ് സിറ്റി പ്ലാൻ ചെയ്തതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുള്ള തെളിവൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു ആദ്യം ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു വീടൊക്കെ കെട്ടിയിരിക്കുന്നത്. പോട്ടറി ഇവർ കിഡിലോസ്കി ആയിരുന്നു. അത് നമ്മൾ പോട്ടറി എന്ന് പറഞ്ഞ സെക്ഷനായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്, അവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. മൺപാത്ര നിർമ്മാണത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്തിരുന്നു, ഇവർക്ക് കഴിഞ്ഞിരുന്നു. ഇവർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിരുന്നു, മീനും കഴിച്ചിരുന്ന തെളിവുകളുണ്ട്. മീനും നോൺ വെജിറ്റേറിയൻ ആണ് അറിയാം, എങ്കിലും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല ടെറാക്കോട്ട ഫിഗ്രൻസും ഇവർ ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ടെറാക്കോട്ട ഫിഗ്രൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടെറാക്കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ബേക്ക്ഡ് എർത്തൻ ക്ലേ ആണ്. നമ്മൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി അത് മണ്ണിൽ തീയിൽ ചുട്ടെടുത്തുണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ടെറാക്കോട്ട ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള, അവിടെ നിന്ന് ഫേമസ് ആയിട്ട് കണ്ടെടുത്തിട്ടുള്ള ഒരു ബുള്ളോക്കാട്ടിൻ്റെ ഒരു കാളവണ്ടിയുടെ രൂപമാണ്. അതുപോലെ ഇത് മറ്റൊരു ശില്പമാണ്. ഇത്തരത്തിലുള്ള ടെറാക്കോട്ട ഫിഗേഴ്സ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ നമുക്കറിയാം ഭയങ്കര എക്സ്പേർട്സോ അല്ലെങ്കിൽ ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ടെറാക്കോട്ട രൂപങ്ങളൊന്നുമല്ല അവർ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്തിരുന്നു, അവർ ആ കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. സോ അർബൻ സൊസൈറ്റി ആയിരുന്നു. അവിടുത്തെ ഭരണകർത്താക്കളാണ് സിറ്റി പ്ലാൻ ചെയ്തിരുന്നത്. പോട്ടറിയിൽ നല്ല കിഡിലൻ എക്സ്പേർട്സ് ആയിരുന്നു. നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അതിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിരുന്നു, മീനും ഉണ്ടായിരുന്നു. ടെറാക്കോട്ട ഫിഗ്രൻസ് എന്ത് ചെയ്തിരുന്നു, ഇവരുണ്ടാക്കിയിരുന്നു. ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബിയർഡ് മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മുത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളതും അത് ധരിക്കുക എന്നുള്ളതും അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചെയ്തിരുന്ന കാര്യമായിരുന്നു. ഇവര് അക്കാലഘട്ടത്തിൽ ചെമ്പ്, ബ്രോൺസ്, സിൽവർ, ഗോൾഡ് എന്നിങ്ങനെ എല്ലാത്തിനെ പറ്റിയും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അറിവില്ലാത്ത ഒരെണ്ണമാണ് അയൺ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇരുമ്പിനെ പറ്റി ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല,
അറിവുണ്ടായിരുന്നില്ല. പല പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്, താഴെ തന്നിട്ടുള്ളവയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിവില്ലാതിരുന്ന, അവർ യൂസ് ചെയ്തിട്ടില്ലായിരുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കോപ്പറും ബ്രോൺസും സിൽവറും ഗോൾഡും എല്ലാം അവർ ഉപയോഗിച്ചപ്പോൾ ഇരുമ്പിനെ പറ്റിയുള്ള ധാരണ എന്തുണ്ടായിരുന്നില്ല, ഇവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കോപ്പറും ബ്രോൺസും ടൂൾസും വെപ്പൺസും ഓർണമെന്റ്സും വെസൽസും എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിച്ചപ്പോൾ ഗോൾഡും സിൽവറും പ്രധാനമായും എന്തിനാണ്, ഓർണമെന്റ്സും വെസൽസും ഉണ്ടാക്കാനായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. പക്ഷെ കണ്ടെടുത്തതിലെ ഭൂരിഭാഗം ഓർണമെന്റ്സും വരുന്നത് കോപ്പറും ബ്രോൺസും തന്നെയാണ് കേട്ടോ. അതുകൂടി എന്ത് ചെയ്യുക, ഈ സന്ദർഭത്തിൽ ഓർക്കുക. അവർക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ബ്രോൺസ് ഏജിലെ ആളുകളാണ്. കോപ്പറും ബ്രോൺസ് ആണ് അവർ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് എല്ലാത്തിനും വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവർ ബീഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് മുത്തുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ഒരു ടൂളാണ്, അവർ ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് ഇതെന്ന് പറയുന്നത്, ഈ തന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ അക്കാലഘട്ടത്തിൽ ചെമ്പ് കളക്ട് ചെയ്തിരുന്നത് കേത്രിയിൽ നിന്നാണ്. കേത്രി എന്നത് രാജസ്ഥാനിലുള്ള ഒരു മൈനാണ്. അവർ കേത്രയിൽ നിന്ന് കോപ്പറും അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്തും കളക്ട് ചെയ്തു, ടിന്നും കളക്ട് ചെയ്തു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്കറിയാം കോപ്പറും ടിന്നും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ബ്രോൺസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ കേത്രയിൽ നിന്ന് കോപ്പറും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ടിന്നും ഇവർ കളക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കോസ്മെറ്റിക്സ് ഒക്കെ അറിയായിരുന്നു, ഇവർ മേക്കപ്പും കാര്യങ്ങളെല്ലാം അന്നേ എന്ത് ചെയ്തിരുന്നു, ഇവർ സെറ്റപ്പ് ആയിരുന്നു. ഇവരുടെ കാലഘട്ടത്തിലെ കുറച്ച് ഓർണമെന്റ്സ് കാണിച്ചിരുന്നത് നോക്കിയേ, നല്ല രസമില്ല, നല്ല ഭംഗിയുള്ള കുറച്ച് ഓർണമെന്റ്സ് ആണ് ഇവരന്ന് ഉപയോഗിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതല്ല, ഇവരന്ന് ഉപയോഗിച്ചിരുന്ന കുറച്ച് ഓർണമെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതായിരുന്നു അവരുടെ മൊത്തത്തിൽ ഒരു ഓവറോൾ സൊസൈറ്റിയെ പറ്റി പറയുമ്പോൾ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് നോക്കാനുള്ളത് ഒരു സ്ക്രിപ്റ്റ് ആണ്. അവരെങ്ങനെയാണ് എഴുതിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ 400 മുതൽ 600 ചിഹ്നങ്ങൾ വരെയുള്ള ഒരു അക്ഷരമാല പോലത്തെ ഒരു സംഭവമാണ് എന്ത് ചെയ്തിരുന്നത്, അവരുപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്ക്രിപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നേ വരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ഡെസിഫർ ചെയ്തെടുക്കാൻ, അത് ഡീകോഡ് ചെയ്തെടുക്കാൻ, നമുക്ക് വായിക്കാവുന്ന രൂപത്തിലാക്കിയെടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് പറ്റിയിട്ടില്ല. ഇവരുടെ എഴുത്ത് രീതി എന്ന് പറയുന്നത് ഒരു വരി വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതി കഴിഞ്ഞാൽ, നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം, നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് എഴുതുന്നവരാണ് അല്ലേ. പക്ഷെ അറബി എഴുതുന്നവർക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ അറബി അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, അവരെങ്ങനെയാ വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുക അല്ലേ. അറബി നോർമലി വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതും. ഇവർ എഴുതിയിരുന്ന രീതി എന്ന് പറയുന്നത് ആദ്യത്തെ വരി വലത്ത് നിന്ന് ഇടത്തോട്ടാണെങ്കിൽ രണ്ടാമത്തെ വരി ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് ബോസ്ട്രോഫിഡോൺ എന്ന് പറയുന്നത്. പലരും ഇത് ഹാരപ്പൻ സ്ക്രിപ്റ്റിന്റെ പേര് ബോസ്ട്രോഫിഡോൺ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഈ ഒരു വരി വലത്തോട്ടും ഒരു വരി ഇടത്തോട്ടും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതിന്റെ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോസ്ട്രോഫിഡോൺ എന്ന് പറയുന്നത്. ഹാരപ്പൻ സ്ക്രിപ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പേരൊന്നുമില്ല, ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അൺഡെസിഫൈഡ് ആണ്. ഇന്ത്യയിലെ തന്നെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് പറയാനുള്ളത്, അവരുടെ സ്ക്രിപ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമുക്ക് കിട്ടിയിട്ടുള്ള തെളിവുകൾ ഒന്നാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സീലുകൾ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഉപയോഗിക്കുന്ന പല സീലുകൾ പോലെ തന്നെയാണ്, ഇന്നത്തെ പർപ്പസ് തന്നെയാണോ അതിനെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പല ആളുകളും വന്ന് സീലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്ഡ് സീൽസ്, പ്രധാനമായും സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. റെക്ടാങ്കിളും സർക്കിളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രധാനമായും കിട്ടിയിരിക്കുന്ന സീലുകളെല്ലാം എന്താണ്, സ്ക്വയർ ഷേപ്ഡ് ആണ്. കച്ചവടക്കാരാണ് ഇത് ഉപയോഗിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരുടേതായിട്ടുള്ള ഒരു എംബ്ലം, അതുപോലെ തന്നെ ഒരു എഴുത്തും, അതിനകത്ത് എന്തുണ്ടാവും, സ്ക്രിപ്റ്റും ഉണ്ട്, അതുപോലെ ഒരു ആനിമലിന്റെ പിക്ചറും ഉണ്ട്. നമ്മൾ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരനും റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്തുണ്ടായിരുന്നു, ആ ഒരു ആനിമലും ആ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരിച്ചറിയാൻ, അദ്ദേഹത്തിന്റെ ചരക്ക് തിരിച്ചറിയാനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരുന്നത് ഈ അടുത്ത ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, സ്റ്റേറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു കല്ല് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോൾഡിന്റെയും ഐവറിയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സീൽസ് ഉണ്ടായിരുന്നു. എങ്കിൽ പ്രധാനമായും സീൽസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തു ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, സ്റ്റേറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ സീൽ ഉണ്ടാക്കുന്നത്. ഒരു തരം കല്ലാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഇവരുടെ പല സീലുകളിലും ഒറ്റക്കൊമ്പുള്ള കാളയും ഹോണ്ട് ബുൾ, അതുപോലെ തന്നെ ബഫല്ലോ, ടൈഗർ, റൈനോസിറസ്, ഗോട്ട് ആൻഡ് എലിഫന്റ് ഓൺ മോസ്റ്റ് ഓഫ് സീൽസ്. ഈ വൺ ഹോണ്ട് ബുള്ള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, യൂണിക്കോൺ പോലത്തെ ഒരു ആനിമലാണ് അന്ന് നിലനിന്നിരുന്ന, എന്നാൽ ഇന്ന് ഇല്ലാതായ ഒരു ആനിമലാണോ അതോ ഇനി അവരുടെ ഇമാജിനേഷനിൽ നിന്ന് അവർ വരച്ചു ചേർത്ത ഒരു ആനിമലാണോ എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ തെളിവുകളോ അവശിഷ്ടങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സീലിൽ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഒറ്റക്കൊമ്പുള്ള യൂണിക്കോണിനോടൊക്കെ സിമിലാരിറ്റി ഉള്ള ഒരു മൃഗത്തെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവരുടെ സീലുകളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെസോപ്പൊട്ടാമിയയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ സീൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഉറപ്പായി എന്താണെന്നുള്ളത്, ഇവരുടെ കച്ചവട ബന്ധങ്ങൾ മെസോപ്പൊട്ടാമിയായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ മാർക്കഡ് ഓണർഷിപ്പ് ഓഫ് ദ സീൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് വെച്ചാണ് എന്ത് ചെയ്തിരുന്നത്, അത് ആരുടെ സീലാണ് എന്ത് ചെയ്തിരുന്നത് നമ്മൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു തെളിവാണ് സീലുകൾ എന്ന് പറയുന്നത്. കച്ചവടക്കാർ അവരുടെ എംബ്ലങ്ങൾ ബെയർ ചെയ്തിരുന്ന സീൽസ് ആണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും സ്ക്വയർ ഷേപ്പിലുള്ള സീൽസ് ആയിരുന്നു. സ്റ്റേറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിട്ടിയതിൽ ഭൂരിഭാഗവും അത് തന്നെയാണ്. പക്ഷേ സ്വർണ്ണം കൊണ്ടുള്ളതും ഐവറി കൊണ്ടുള്ളതും കണ്ടെടുത്തിട്ടുണ്ട്. മൃഗങ്ങളുടെയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റും അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു ഹോണ്ട് ബുൾ, അതായത് യൂണിക്കോൺ പോലത്തെ ഒരു ഇമാജിനറി അനിമൽ ആവാം, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന ഒരു പ്രത്യേകതരം ജീവി ആവാം. ബഫല്ലോ, ടൈഗർ, റൈനോ
റൈനോസിറസ്, ഗോട്ട്, അത്തരത്തിലുള്ള എല്ലാം മിക്ക സീൽസുകളിലും ഉണ്ടായിരുന്നു. സീലിന്റെ ഓണർഷിപ്പിനെയാണ് മൃഗങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. മെസോപ്പൊട്ടാമിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹാരപ്പൻ സീൽസ് കണ്ടെടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇത്രയും വലിയൊരു സംസ്കാരത്തിന്റെ എന്താ പറയുക സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നതെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, കാരണമായിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീലാണ് പശുപതി സീൽ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ബിലീവ് ടു ബി എ പ്രോട്ടോ ഫോം ഓഫ് ലോർഡ് ശിവ, നമ്മുടെ ശിവന്റെ ഒരു പ്രാഥമിക രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാകൃത രൂപം എന്ന് പറയുന്നില്ല, ഒരു പ്രാഥമിക രൂപമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ പശുപതി സീൽ എന്ന് പറയുന്നത്. യോഗി പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ആനയെയും കടുവയെയും കാണ്ടാമൃഗത്തെയും അതുപോലെ ബഫല്ലോയും 2 മാനുകളെയും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. യോഗി പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെല്ലാം ഈ ഇന്നീ കാണുന്ന മതങ്ങളുടെയും അല്ലെങ്കിൽ ഇന്നീ കാണുന്ന ദൈവങ്ങളുടെയും എല്ലാത്തിനേക്കാളും പഴക്കുണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു ശിവന്റെ പ്രോട്ടോഫോം ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ കാലം തൊട്ടേയുള്ള വിശ്വാസമാണ് ഇതെന്ന് പറയുന്നത്, ശിവൻ എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടം കഴിയുന്തോറും ശിവന്റെ പ്രാധാന്യം കുറഞ്ഞും കൂടിയും ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെയിൻ സ്ട്രീം ദൈവമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശിവനെ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പല കാര്യങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ശിവന് പല മാറ്റങ്ങളും വരുന്നുണ്ട്. നമ്മൾ വഴിയെ ഹിസ്റ്ററി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ദൈവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ അമിഷിന്റെ പുസ്തകം ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹയൊക്കെ വായിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ശിവനെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് വിശ്വസിക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്നത് ലോർഡ് ശിവന്റെ ഒരു പ്രോട്ടോഫോം ആണ്, പശുപതി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനെ വിശ്വസിച്ചു വരുന്നത്. ഇനി അക്കാലത്ത് മതം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ മതത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ആളുകളൊന്നും ആയിരുന്നില്ല. ഇതെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു. കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ് മാത്രം, റിച്ചും റൂളിംഗ് പീപ്പിളും അതുപോലെ സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അമ്പലങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അമ്പലങ്ങളോ അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ആരാധനാലയങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടില്ല. പ്രധാനമായ ദൈവമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പശുപതി മഹാദേവനെയാണ്. അദ്ദേഹത്തിന്റെ സീലാണ് ഇവിടെ കിട്ടിയതെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു ലിംഗങ്ങളെ ആരാധിച്ചിരുന്നു. പലതരത്തിലുള്ള പല വലുപ്പത്തിലുള്ള ലിംഗരൂപങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഉറപ്പിച്ചിട്ടില്ല, അതിനെ ആരാധിക്കാൻ വേണ്ടി വെച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങൾക്കുമായിട്ട് പർപ്പസിനായിട്ട് ഉപയോഗിച്ചതാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ലിംഗാരാധന അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ മദർ ഗോഡസിനെ ഇവർ ആരാധിച്ചിരുന്നു, പൈപ്പിൾ ട്രീ ആൽമരത്തെ ഇവർ ആരാധിച്ചിരുന്നു, ഹംബ്ഡ് ബുള്ളിനെ ഇവർ ആരാധിച്ചിരുന്നു, അതുപോലെ പ്രാവിനെയും എന്ത് ചെയ്തിരുന്നു, ഇവർ ആ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ ഒരു സെക്യുലർ ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു. ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവർക്കിടയിലേക്ക് അത്തരത്തിലുള്ള ദുഷിപ്പുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇവരുടെ ഇടയിലേക്ക് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല, കടന്നു ചെന്നിട്ടില്ല. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. കോട്ടൺ ഉണ്ടാക്കിയിട്ടുള്ള നമുക്കറിയാവുന്ന ഏറ്റവും കാലപ്പഴക്കം ചെന്ന ഏറ്റവും പഴയ സിവിലൈസേഷൻ സംസ്കാരമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്രീക്കുകാര് സിന്ധിൽ നിന്ന് വരുന്നതുകൊണ്ട്, ഇൻഡസിൽ നിന്ന് വരുന്നതുകൊണ്ട് ഒരു കോട്ടനെ വിളിച്ചിരുന്നത് സിൻഡൺ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. ഗ്രീക്കുകാര് സിൻഡൺ എന്ന് വിളിച്ചിരുന്ന തന്നെയായിരുന്നു, കോട്ടനെയായിരുന്നു. അക്കാലത്ത് നമുക്ക് ഉഴുതുമറിച്ച നിലങ്ങളെയും അതുപോലെ തന്നെ ടെറാക്കോട്ട മോഡൽസ്, ഒരു എന്താ പറയുക, ഈ ഉഴുതുമറിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ടെറാക്കോട്ട മോഡൽസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഗോതമ്പ്, ബാർലി, ഹോഴ്സ് ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, ഡേറ്റ്സ്, മെലൺ, ഹെന്ന, ഗാർലിക്, മസ്റ്റാർഡ്, ഇത്തരത്തിലുള്ള പല വസ്തുക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ആ കാലഘട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പശുക്കളെയും കാറ്റിൽ, ബഫലോസ്, ഗോഡ്സ്, ബുൾസ്, ആസസ്, ക്യാമൽസ്, കാറ്റ്സ്, ഡോഗ്സ് എന്നിവയെല്ലാം ഇവർ എന്തിട്ടുണ്ട്, ഇണക്കി വളർത്തിയിട്ടുണ്ട്. പശുവിനെ അങ്ങനെ എന്താ പറയുക ഭയങ്കരമായ ഒരു തോതിലൊന്നും അല്ല കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ അങ്ങ് പഠിച്ചാൽ ഇതിനെല്ലാം ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, പല പല പർപ്പസസിനായിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഇണക്കി വളർത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, കുതിര എന്ത് ചെയ്തിട്ടില്ല, പല സ്ഥലങ്ങളും നമുക്ക് കിട്ടിയില്ല. കാരണം കുതിര എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കുതിര ഭയങ്കര വ്യാപകമായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു മൃഗമാണ് അല്ലേ. പണ്ട് കാലത്ത് നമ്മളൊരു സിനിമയോ ഒരു സീരീസോ ഒരു കഥയോ വായിക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന കുതിരയാണ്. കാരണം മനുഷ്യനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത് എന്താണ്, കുതിരയാണ്. ആ കുതിര അത്ര വ്യാപകമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്നെങ്ങാണ്ട് മാത്രമാണ് കുതിരയുടെ അസ്ഥി കൂടെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബാക്കി സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യാനും പറ്റിയിട്ട് നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ കുതിര അവർ അത്ര എന്ത് ചെയ്തില്ല, വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട്. ഇരുമ്പ് അവർക്ക് അറിയില്ലായിരുന്നു. അതുപോലെ ഒപ്പം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒന്നാണ്, കുതിര എന്ത് ചെയ്തിട്ടില്ല, ഇവർ അത്ര അങ്ങ് മെരുക്കി വളർത്താനോ ചെയ്യാനോ എന്ത് ചെയ്തിട്ടില്ല, ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. അടുത്തതാണ് ഇവരുടെ എക്കണോമി എന്ന് പറയുന്നത്. ഇവരുടെ സാമ്പത്തികം എന്ന് പറയുന്നത് പ്രധാനമായും ഇവർക്ക് എന്തുണ്ടായിരുന്നു, കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായിട്ടൊക്കെ കച്ചവട ഉണ്ടായിരുന്നു. ഈ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകളെ വിളിച്ചിരുന്നത് മെലൂഹ എന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ പല റെഫറൻസസിലും കാണപ്പെടുന്ന മെലൂഹ ഇന്നത്തെ നമ്മുടെ സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ആളുകളെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ഇവരുടെ കാലഘട്ടത്തിൽ വെയിറ്റുകൾ, നമ്മുടെ ത്രാസുകളിൽ ഉപയോഗിക്കുന്ന വെയിറ്റുകൾ ഉണ്ടല്ലോ, എന്താ പറയുക, തൂക്ക് കട്ടി എന്നല്ല പറയാം അല്ലെ, കട്ടി എന്നാണ് നമ്മളോട് പറയാം കേട്ടോ, വേറെ വല്ല നല്ല മലയാളം വാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ കട്ടികളൊക്കെ ക്യൂബിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള കട്ടികളായിരുന്നു. ഇത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നത് ചേർട്ട് കൊണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് മെറ്റീരിയൽ നിങ്ങൾ ഓർത്തു വെക്കണം. ആദ്യം ഞാൻ സ്റ്റേറ്റൈറ്റ് പറഞ്ഞു അല്ലേ,
ഇവിടെ എന്താ എന്തിനായിരുന്നു സീൽസ് ഉണ്ടാക്കിയിരുന്നത് സ്റ്റേറ്റ് എയ്റ്റ് കൊണ്ടാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുപോലെ കട്ടികൾ ഉണ്ടാക്കിയിരുന്നു, ക്യൂബിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള വെയ്റ്റ്സ് ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടാണ്? ചേർട്ട് കൊണ്ടാണ്. പല സീരീസിലുണ്ടായിരുന്നു 1, 2, 4, 8 അങ്ങനെ ആ മൾട്ടിപ്പിൾസ് വരുന്ന രീതിയിൽ എന്തുണ്ടായിരുന്നു? ആ പല രീതിയിലുള്ള വെയ്റ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഗോതമ്പും ബാർലിയും പീസ്, ഓയിൽ സീഡ്സ്, കോട്ടൺ ഗുഡ്സ്, പോട്ടറി, ബീഡ്സ്, ടെറാക്കോട്ട ഫിഗേഴ്സ് എല്ലാം എന്ത് ചെയ്തിരുന്നു? ഇവർ പല ഭാഗങ്ങളിലേക്ക്, മെസോപ്പൊട്ടാമിയയുടെ പല ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തിരുന്നു? ഇവർ കയറ്റി വെച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഇവർക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ പോട്ടറി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്കൊന്ന് ശ്രദ്ധിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഈ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇവർ അക്കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നല്ല ഭംഗിയുള്ള മുത്തുകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വിവിധതരം കല്ലുകൾ കൊണ്ട്, സ്റ്റേറ്റ് എയ്റ്റ് കൊണ്ട്, ചെമ്പ് കൊണ്ട്, സ്വർണ്ണം കൊണ്ട്, എന്തിന് കളിമണ്ണ് കൊണ്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മുത്തുകൾ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇവരുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ചാഹുന്താരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു സൈറ്റാണ്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അവിടെ ഈ മുത്തുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും അതിൽ ഡെയിലി ജോലിക്ക് പോയിരുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അതിന്റെ പല തെളിവുകളും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോത്തലിലോട്ട് കൊണ്ടുപോകും. ലോത്തൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത്. ലോത്തൽ ഗുജറാത്തിലെ ഒരു പോർട്ട് സിറ്റിയാണ്, അന്നുണ്ടായിരുന്ന ഒരു പോർട്ട് സിറ്റിയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇത് മെസോപ്പൊട്ടാമിയയിലോട്ടും അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളിലോട്ടെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ഇവർ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ മുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അവർ ഓർണമെന്റ്സിന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഇവർ എന്ത് ചെയ്തിരുന്നു? ഇവരത് എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെയാണ് പോട്ടറി എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പോട്ടറിയെ സംബന്ധിച്ചിടത്തോളം, മൺപാത്ര നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര എക്സ്പേർട്സ് ആണ്. ഇവർ വീല് യൂസ് ചെയ്താണ്, കൈ കൊണ്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇവർ വീല് യൂസ് ചെയ്ത്, പോട്ടറി വീല് യൂസ് ചെയ്താണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? ആ കാലഘട്ടത്തിൽ പോട്ടറി ഉണ്ടാക്കിയിരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള പോട്ടറിയും ഉണ്ടാക്കിയിരുന്നു. അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് പെയിന്റഡ് പോട്ടറിയും ഉണ്ടാക്കിയിരുന്നു. രണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് പ്ലെയിൻ പോട്ടറിയാണ്, ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറിയാണ്. രണ്ടാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ, നല്ല ഭംഗിയിലല്ല എന്നൊക്കെ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ പല പല ഡിസൈൻസ്, പെയിന്റഡിലാണെങ്കിൽ പല പല ഡിസൈൻസും അതുപോലെ മൃഗങ്ങളെയും എല്ലാം വരച്ച് വെച്ചിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇമേജസ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൗസ് ഹോൾഡ് പർപ്പസസിനും ഡെക്കറേഷനും എല്ലാം ഇവർ ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല പിന്നെ അന്ന് തൊട്ടേ എന്തുണ്ട്? ഒരു വാറ്റിന്റെ പരിപാടി ഉണ്ട്. ഇപ്പോൾ പോട്ട്സ് ഫോർ ബ്രൂയിങ് ഫെർമെന്റഡ് ആൽക്കഹോളിക് ബീവറേജസ്, അതിൻ്റെ ഒരു നല്ലൊരു രസമുള്ള ഒരു മൺപാത്രം കാണാൻ പറ്റും കേട്ടോ. ആവിയിൽ നിന്ന് എന്താ പറയുക, വാറ്റിയെടുക്കുന്ന സംഭവം കളക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇതാണോ? അല്ല, ഇതല്ല. ഇതുപോലെ ഒരു ഹോളൊക്കെ ഉള്ള ഒരു വസ്തു ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ് കാണാൻ പറ്റും. ഞാൻ അത് ഇടാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും അക്കാലത്ത് വളരെ എക്സ്പേർട്സ് ആയിരുന്നു ഒരു പോട്ടറി വീൽ യൂസ് ചെയ്ത് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അതിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മെയിൻ പ്ലെയിൻ പോട്ടറിയും അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറിയും എന്ത് ചെയ്തിരുന്നു? ഇവർ ഉപയോഗിച്ചിരുന്നു. വീടുകളുടെ ഹൗസ് ഹോൾഡ് പർപ്പസസിനും അതുപോലെ ഡെക്കറേഷനും ഉപയോഗിച്ചിരുന്നു. വാറ്റാനായിട്ടും ഫെർമെന്റഡ് ആൽക്കഹോളിക് ബീവറേജസ് വാറ്റാനായിട്ടും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാലഘട്ടത്തിൽ പോട്ടറി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ശവസംസ്കാര രീതികളാണ്. ഞാനിങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് എടുത്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതായത് ഇവരെ പറ്റി മൊത്തത്തിലൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഓരോരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എടുത്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നല്ലൊരു ഐഡിയ അവർക്ക് കിട്ടും. ഇവരെ അക്കാലത്ത് പിന്നെ ഈ ശവസംസ്കാരത്തെ പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ പറയേണ്ടുന്ന കാര്യം, ഹിസ്റ്റോറിയൻസ് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംസ്കാരം, ഇങ്ങനെ ഒരു ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ ശവസംസ്കാരത്തെ പറ്റി പഠിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ നിന്നിരുന്ന സാമൂഹികമായും സാമ്പത്തികപരമായുള്ള ഭിന്നിപ്പുകൾ, അല്ലെങ്കിൽ അത് ആ ഒരു സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്, ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് പറ്റുക ഈ ശവസംസ്കാരം നടത്തിയ സ്ഥലങ്ങൾ നോക്കുമ്പോഴാണ് അത്രേ. അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതിനർത്ഥം അവരുടെ ഇടയിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇവർ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതെല്ലാമാണ് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നോർമലി പ്രാക്ടീസ് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഴികൾ കുഴിച്ച് പിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെയാണ് എന്ത് ചെയ്തിരുന്നത്? മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നത്. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബേൺഡ് ബ്രിക്സ്, അത് ഇഷ്ടിക കട്ടകൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ ഇതിനെ നമ്മളൊരു പെട്ടി പോലെയൊക്കെ ആക്കിയിട്ട് അതിനകത്താണ് എന്ത് ചെയ്തിരുന്നത്? ആളുകളെ അടക്കം ചെയ്തിരിക്കുന്നത്. ശവപ്പെട്ടികളുടെ ഉപയോഗവും പലയിടത്തുനിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല കുഴിയിലാക്കിയിട്ട് കുഴിയിലല്ല, കലത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ വലിയൊരു മൺകലം പോലുള്ളതിലോട്ടൊക്കെ ആക്കിയിട്ടുള്ള ബറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നന്നങ്ങാടി എന്നൊക്കെ പറയും അല്ല. എൻ്റെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരുപാട് നന്നങ്ങാടികൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ പണ്ട് നന്നങ്ങാടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ റോഡിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു. ഞാനൊക്കെ ആ ചെറുപ്പകാലത്തൊക്കെ അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഇനിയിപ്പോൾ പുറത്ത് പറഞ്ഞ പോലെ പ്രശ്നമൊന്നുമല്ല, പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴൊക്കെ തൂർന്നു പോയിട്ടോ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ചാണകം ഇട്ടിരുന്നത് ഇതുപോലൊരു നന്നങ്ങാടി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്ന മണ്ണിൻ്റെ കാലമല്ല കേട്ടോ. ഈ മൺകലങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയായിരുന്നു. അതായത് ഈ ഒരു രീതിയിൽ ഇത് വലിയ കല്ലിൻ്റെ പലക വെച്ചിട്ട് ഇങ്ങനെ ഒരു പലക ഉണ്ടാവും, ഇതുപോലെ രണ്ടെണ്ണം. ഇതായിരുന്നു എൻ്റെ വീട്ടിൻ്റെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ. ഇങ്ങനെ 3 സംഭവങ്ങൾ. അപ്പോൾ നമ്മളിതിനകത്താണ് വലിയൊരു കുഴി, നമ്മളിതിനകത്താണ് പശുള്ള സമയത്ത്, ഇപ്പോഴൊന്നുമില്ല, പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ ഡേയ്സിലുള്ള കാര്യം ഞാൻ പറയുന്നത്, ചെറുപ്പത്തിൽ 3ലും 4ലും 2ലൊക്കെ പഠിക്കുന്ന
പഠിക്കുന്ന സമയത്ത് ചാണകെട്ടിരുന്ന ഇതിനകത്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അത് വീടുകളൊക്കെ വന്നപ്പോൾ ആ ഭാഗത്ത് പോയി വീടുകളൊക്കെ വന്നപ്പോൾ എന്തായി അതെല്ലാം എന്ത് ചെയ്തു തൂർത്തുപോയി. ആ സമയത്തൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു ആ സമയത്ത്. അതിൻ്റെ പ്രാധാന്യം എന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ പേടിക്കുന്ന പറഞ്ഞ് വീട്ടുകാരൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ പിന്നീട് എല്ലാം പോയതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഇത് ഇത്രമാത്രം പ്രാധാന്യം നിറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതുപോലുള്ള പോട്ട് ബറിയൽസ് എവിടെ ഉണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്ന രീതി തന്നെയായിരുന്നു. ചിലതിനകത്ത് വളരെ അപൂർവമായിട്ട് മൺപാത്രങ്ങളും അതുപോലെ സ്വർണ്ണാഭരണങ്ങളിലെ ആഭരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. മരിച്ചവരുടെ കൂടെ ഒരു ചെമ്പിന്റെ കണ്ണാടി, ഇത് അങ്ങനെ ഒരു കണ്ടെടുത്തൊരു കണ്ണാടിയാണ്. ചെമ്പിന്റെ കണ്ണാടിയും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് അടക്കം ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മരിച്ചവരുടെ കൂടെ ഇവർ എന്തും ചെയ്തിട്ടുണ്ട്, ഒരു ചെമ്പിന്റെ കണ്ണാടിയും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി ജനറൽ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഓരോരോ പ്രധാനപ്പെട്ട സൈറ്റുകളായിട്ട് അല്ലെ ഓരോ വരിയും നമുക്ക് പെറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഇപ്പോൾ പാകിസ്ഥാനിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം എന്ത് ചെയ്യും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ അതുപോലെ തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരിവൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി, സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി എന്ത് ചെയ്തിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയുള്ള ആളുകളായിരുന്നു, എന്തൊക്കെയാണ് അവർ ജോലി ചെയ്തിരുന്നത്, അവരുടെ കൃഷിയിടങ്ങൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെ അവർ കൃഷി ചെയ്തു എന്നിങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ എന്ത് ചെയ്യുകയുണ്ടായി നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കിട്ടുകയുണ്ടായി. നമ്മളവിടെ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് അല്ലെ ഈ ഡയറക്ഷനിലായിട്ട് ഇതുപോലത്തെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് പടർന്നു കിടന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു, സംസ്കാരമായിരുന്നു എന്തെന്ന് പറയുന്നത് ഹാരപ്പൻ നാഗരികത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ അതായത് മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷനും എല്ലാം കോണ്ടംപററി ആയിട്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് എന്ത് ചെയ്യുകയുണ്ടായി നമ്മളവിടെ പറയുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റ്സ് ആണ്. നമുക്കറിയാം ഹാരപ്പ എന്ന് പറയുന്നത് തന്നെ ഒരു സിന്ധു നദീതട സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട സൈറ്റ് ആണ്, ആദ്യം കണ്ടുപിടിച്ച സൈറ്റ് ആണ്. അതുകൊണ്ടാണ് അത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേരറിയുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുകയുണ്ടായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറയുകയുണ്ടായി. അപ്പൊ ഹാരപ്പൻ സൈറ്റ് നമ്മൾ പറഞ്ഞാലും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഒന്ന് മാത്രമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പ എന്ന് പറയുന്നത്. എന്തായിരുന്നു ഹാരപ്പയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട സിന്ധു നദീതട സംസ്കാരത്തിലെ സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഹാരപ്പ എന്ന് പറയുന്നത്. ഏത് വർഷത്തിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്? 1921 ദയാറാം സാനിയാണ് എന്ത് ചെയ്യുന്നത് ഹാരപ്പ കണ്ടുപിടിക്കുന്നത്. ചിലർക്കെങ്കിലും ഒരു സംശയം വരാം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചപ്പം അത് ജോൺ മാർഷൽ ആണെന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാരപ്പ എന്ന് പറയുന്ന നഗരം അല്ലെങ്കിൽ എന്താ പറയുക സിറ്റി കണ്ടുപിടിക്കുന്ന ആര് തന്നെയായിരിക്കണം, ജോൺ മാർഷൽ ആയിരിക്കണ്ടേ എന്ന് നിങ്ങളിൽ പലർക്കെങ്കിലും സംശയം വന്നേക്കാം. അങ്ങനെയല്ല മക്കളെ, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് ആണ്, ഒരു എന്താ പറയുക ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണ്. അത് കണ്ടുപിടിക്കുന്നത് ദയാറാം സാനിയാണ്. പക്ഷേ ഈ കണ്ടുപിടുത്തെല്ലാം വളരെ മഹത്തായ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്ന ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാലാണ് എന്ത് പറയേണ്ടത്, നമ്മൾ ജോൺ മാർഷലിന്റെ പേര് പറയേണ്ടത്. ഇന്ത്യൻ ആർക്കിയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെ വഹിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ മാർഷൽ എന്ന് പറയുന്നത്. പക്ഷേ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ട് ഹാരപ്പ നഗരം ആര് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഹാരപ്പ എന്ന് പറയുന്ന ഇൻഡസ് വാലി സൈറ്റ് ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ പറയണം, ദയാറാം സാനിയുടെ പേര് തന്നെ പറയണം. ഇവിടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, പ്രധാനമായും നമ്മളൊരു KS ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു UPSC ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള UPSC ലെവലുള്ള ചോദ്യങ്ങൾക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ രീതിയിലുള്ള ഡിഗ്രി ലെവൽ PSC ചോദ്യങ്ങൾക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഇൻഡസ് വാലി സിവിലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. ഇത് കുറേ എന്താ പറയുക കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ചുകൂടി ഫാക്ട്സ് ആയിട്ട് ഇന്ന സ്ഥലം ഇവിടെ നിന്ന് ഇത് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചോദ്യങ്ങൾ വരാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതൊന്നും വന്നിട്ടുണ്ട്, വരാൻ സാധ്യതയുണ്ട്. UPSC ഒക്കെ ചോദിച്ചിട്ടുള്ള ഏരിയ തന്നെയാണ്. എന്നിരിക്കലും നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ രീതിയൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് എന്താണ്, ഇൻഡസ് വാലി സിവിലൈസേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്ലാസ് തന്നെയാണ് എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹാരപ്പയെ പറ്റിയാണ്. ഹാരപ്പ ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ
പഞ്ചാബിലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ദേ ഹാരപ്പ കിടക്കുന്നു. പാകിസ്ഥാനി പഞ്ചാബിലാണ് അല്ലെ, രാജസ്ഥാനിന്റെ ഒക്കെ മേലായിട്ട് ഈ സൈഡിൽ കിടപ്പുണ്ട്. എവിടെയാണ്? പാകിസ്ഥാനി പഞ്ചാബിലാണ്, സഹിവാൾ ഡിസ്ട്രിക്റ്റിലാണ്, പാകിസ്ഥാനിലെ സഹിവാൾ ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, ഹാരപ്പ കിടക്കുന്നത്. ചിലർക്കെങ്കിലും ഇപ്പൊ വീണ്ടും ഒരു സംശയം വരാം, കാരണം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക മോൺഗോമെറി ഡിസ്ട്രിക്ട് എന്നായിരിക്കും. പല പുസ്തകങ്ങളിലും ഇപ്പോഴും പ്രിന്റ് ചെയ്ത് വരുന്നത് എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ മോൺഗോമെറി ഡിസ്ട്രിക്റ്റിന്റെ പുതിയ പേരാണ് ഏതെന്ന് പറയുന്നത് ഈ സഹിവാൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ്, ഒന്ന് തന്നെയാണ്. മോൺഗോമെറി പഴയ പേരാണെങ്കിൽ സഹിവാൾ എന്താണ്, പുതിയ പേരാണ് എന്നുള്ളതേ ഉള്ളൂ. ഏത് നദീ തീരത്താണ്? രവി നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ദയാറാം സാനി ഈ ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് കണ്ടുപിടിക്കുന്നത്. മെസോപ്പൊട്ടാമിയായിട്ട് ഡയറക്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പല തെളിവുകളും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ ഹരിയുപ്പിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി, ഒരു സിറ്റിയെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഹാരപ്പയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മറക്കരുത് ഇവിടെ ഒരു പോയിന്റ്, വേദങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല, വേദങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ഇതിന് ശേഷമാണ് എന്തുണ്ടായിരിക്കുന്നത്, വേദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ടൈം ലൈൻ എപ്പോഴും മനസ്സിൽ സെറ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സ്റ്റോൺ ഏജ് കഴിഞ്ഞു, ഇൻഡസ് വാലി സിവിലൈസേഷനിലോട്ട് എത്തി, ഇനി നമ്മൾ വേദങ്ങളും ആര്യന്മാരെ പറ്റി എല്ലാം നമ്മൾ പഠിക്കും. അതൊക്കെ വരാനിരിക്കുന്നില്ല. ടൈം ലൈൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഒരു സ്റ്റോറി രൂപത്തിൽ പോയി കഴിഞ്ഞാൽ എന്താവില്ല, ഹിസ്റ്ററി ഒരു പ്രശ്നമില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ അങ്ങനെ ഋഗ്വേദത്തിൽ അല്ലെങ്കിൽ വേദങ്ങളിൽ ഹരിയുപ്പിയ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഹാരപ്പയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഹാരപ്പയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 6ഓളം ചെറിയ ധാന്യപ്പുരകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഹാരപ്പയിൽ നിന്ന് സ്റ്റോൺ സിമ്പിൾ ഓഫ് ലിംഗം ആൻഡ് യോനി, ലിംഗത്തിന്റെയും യോനിയുടെയും വിവിധ രൂപത്തിലുള്ള സ്റ്റോൺ സിമ്പിൾസ്, സ്റ്റോണിന്റെ മാത്രമല്ല മറ്റു പല സംഭവങ്ങളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള സ്റ്റോണുകളോട് ഉണ്ടാക്കിയിട്ടുള്ളത്, അങ്ങനെ പറയാം, കുറച്ചുകൂടി കറക്റ്റ് അതാണ്. ലിംഗത്തിന്റെയും യോനിയുടെയും രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടെടുത്ത കുറച്ച് ലിംഗങ്ങളുടെ ചിത്രങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശിവലിംഗമൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഒരു പക്ഷേ തുടക്കം എന്ന് പറയുന്നത് എവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. കാരണം ശിവനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ശിവന്റെ ഒരു പ്രാഥമിക രൂപം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മാത്രമല്ല മദർ ഗോഡസിന്റെ ക്ലേ ഫിഗേഴ്സും കണ്ടെത്തിയിട്ടുള്ളത്, കളിമണ്ണിൽ തീർത്ത മദർ ഗോഡസിന്റെ ക്ലേ ഫിഗേഴ്സും കണ്ടെത്തിയിട്ടുള്ളത് എവിടെ തന്നെയാണ്, ഹാരപ്പയിൽ നിന്ന് തന്നെയാണ്. ഹാരപ്പയിൽ ഒരു ഗ്രേവ് യാർഡും കിട്ടിയിട്ടുണ്ട്. കോഫിൻ ബറിയൽ അല്ലെ, ശവപ്പെട്ടിയിലാക്കിയിട്ട് അടക്കം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്, ഹാരപ്പയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഹാരപ്പ എന്ന് പറയുന്നത്. ആരാണ് കണ്ടുപിടിച്ചത്, ദയാറാം സാനിയാണ് കണ്ടുപിടിച്ചത്. എപ്പോഴാണ് കണ്ടുപിടിച്ചത്, 1921 കണ്ടുപിടിച്ചത്. കറന്റ് പാകിസ്ഥാനിലെ പഞ്ചാബിൽ സഹിവാൾ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ പഴയ മോൺഗോമറി ഡിസ്ട്രിക്റ്റിലാണുള്ളത്. രവി നദീ തീരത്താണ് നമ്മുടെ ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്യുന്നത്. മെസോപ്പൊട്ടാമിയായിട്ട് വ്യക്തമായ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ഹരിയുപ്പിയ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഹാരപ്പയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഉറപ്പൊന്നുമില്ല കേട്ടോ, നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതുപോലെ തന്നെ 6 ചെറിയ ധാന്യപ്പുരകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മാത്രമല്ല ലിംഗത്തിന്റെയും യോനിയുടെയും സ്റ്റോൺ സിമ്പിൾസും നമ്മൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മദർ ഗോഡസിന്റെ ക്ലേ ഫിഗേഴ്സ്, അതുപോലെ തന്നെ ഗ്രേവ് യാർഡിൽ കോഫിൻ ബറിയിലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ കണ്ടെത്തും, അതിന്റെ ബേസ് ചെയ്ത് നമ്മൾ പലതും ഓൾറെഡി നമ്മൾ ഇതിന്റെ അനുമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ പറയുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെ എന്താണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹാരപ്പ കഴിഞ്ഞു. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് മോഹൻജദാരോ എന്ന് പറയുന്നത്. മോഹൻജദാരോ വരുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻസിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മോഹൻജദാരോ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, മോഹൻജദാരോ എഴുത്തല്ല, നിങ്ങളെ ലൊക്കേഷനാണ് പിൻ പോയിന്റ് ചെയ്യേണ്ടത്. എവിടെയായിട്ട് ഞാൻ വരച്ചപ്പോൾ അങ്ങ് ചുറ്റും വരച്ചു. ഇതാണ് എന്തെന്ന് പറയുന്നത്, മോഹൻജദാരോ എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ് മോഹൻജദാരോവും വരുന്നത്. ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് 1922 ഹാരപ്പ കണ്ടുപിടിച്ചതിന്റെ തൊട്ടടുത്ത വർഷം RD ബാനർജിയാണ് എന്ത് ചെയ്യുന്നത്, മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്. RD ബാനർജിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അപ്പൊ RD ബാനർജി 1922 മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്. ഈ മോഹൻജദാരോ എന്ന വാക്കിനർത്ഥം മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്, മരിച്ചവരുടെ കുന്ന് എന്നാണ് എന്ത് ചെയ്യുന്നത്, മോഹൻജദാരോ എന്ന് പറയുന്ന വാക്കിനർത്ഥം. ഏത് ഭാഷയിലാണ് എന്ന് ഈ അടുത്ത് ഇപ്പോഴല്ല കഴിഞ്ഞ വർഷം കണ്ട് PSC ഒരു പരീക്ഷയിൽ ചോദിച്ചാണ്. സിന്ധി ഭാഷയിലാണ് എന്ത് വരുന്നത്, മൗണ്ട് ഓഫ് ദ ഡെഡ് എന്ന് മോഹൻജദാരോ എന്ന വാക്കിനർത്ഥം വരുന്നത്. അവിടെ എന്താ പറയാ, ഒരുപാട് മരിച്ചവരുടെ അവശിഷ്ടങ്ങളും അതുപോലെ അസ്ഥികൂടങ്ങൾ, അവശിഷ്ടങ്ങളല്ല അസ്ഥികൂടങ്ങൾ കിട്ടിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു പേര് എന്ത് ചെയ്യുന്നത്, ഇതിന് വരുന്നത്. പിന്നെ ഹാരപ്പയെ പറ്റി, ഹാരപ്പൻ സിവിലൈസേഷൻ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മോഹൻജദാരോയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതെന്ന് പറയുന്നത്, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു കുളത്തെ പറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ചിത്രം കാണിച്ചു തരാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് 8 അടി ആഴമുള്ള, കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിപ്പം തോന്നണമെന്നില്ല,
8 അടി ആഴമുള്ള ഒരു വലിയ കുളമാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയേ, നല്ല ചുട്ടെടുത്ത് ഇഷ്ടി കട്ടകൾ കൊണ്ട് ടൈറ്റ്ലി ഫിറ്റ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇവരുടെ പിന്നെ ആർക്കിടെക്ചറൽ കാര്യങ്ങളൊന്നും ഇനിയും ഞാൻ പറഞ്ഞ് ഒരു അതിശയോക്തിയോടുകൂടി ഇനി നിങ്ങൾക്ക് എന്താ പറയുക വിവരിച്ച് തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഏത് ലെവലിൽ ജീവിച്ച ആളുകളാണ് എന്നുള്ളത് എന്ത് ചെയ്ത് കഴിഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മെയ്ഡ് ഫ്രം ടൈറ്റ്ലി ഫിറ്റഡ് ബ്രിക്സ് ആണ്, കോട്ടഡ് വിത്ത് പ്ലാസ്റ്റർ, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു മിശ്രിതം കൊണ്ട് എന്ത് ചെയ്തിരുന്നു, അവരത് വാട്ടർ പ്രൂഫ് ആക്കാനായിട്ട് പ്ലാസ്റ്റർ ചെയ്തിരുന്നു. ഏകദേശം 8 അടി ഹൈറ്റിൽ 7.97 ഫീറ്റ് എങ്ങാണ്ടാണ് അക്യുറേറ്റ് ആയിട്ട് പറയുമ്പോൾ വാല്യൂ വരുന്നത്. 8 അടി ഉയരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ആ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കുളിമുറികൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് വസ്ത്രം മാറാനാണോ ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസസിനാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള റീസൺ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എങ്കിലും എന്തുണ്ടായിരുന്നു, പലതരത്തിലുള്ള, ഇതാണ് ആ റൂം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്തരത്തിലുള്ള റൂമുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതല്ലെങ്കിൽ ഇത് കേട്ടോ ചുറ്റും ഉണ്ടായിരുന്നതാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. എല്ലാ ഭാഗങ്ങളും റൂം ഉണ്ടായിരുന്നു. അതുപോലെ 2 ഭാഗത്തുനിന്നും ആളുകൾക്ക് ഇറങ്ങാനായിട്ട് എന്തുണ്ടായിരുന്നു, സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാം, ഇവിടെ നീ കാണുന്ന എന്താ സ്റ്റെപ്പ്, ആളുകൾക്ക് ഇറങ്ങാനുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനും എന്തുണ്ടായിരുന്നു, ആളുകൾക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇതങ്ങനെ ആളുകൾക്ക് ചുമ്മാ പോയി കുളിക്കാനുള്ള ഒരു കുളമൊന്നും ആയിരുന്നില്ല. പലതരത്തിലുള്ള ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നിർവഹിക്കാനായിട്ട് അവിടെ നിന്നിരുന്ന ഒരു കുളമായിരുന്നിരിക്കാം ഇതെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അത്രയ്ക്കൊരു പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന സംഭവത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ പലതരത്തിലുള്ള ഇവരുടെ പൂജാപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ രീതിയിലുള്ള പൂജ കേട്ടോ, പൂജ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ഈ ഹോമകുണ്ടം വെച്ചിട്ടുള്ള അങ്ങനെയല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളിപ്പോഴും അമ്പലക്കുളമൊക്കെ നമുക്ക് ഇപ്പോഴും വളരെ അടുത്ത് അറിയുന്നതാണ് അല്ലെ. പല അമ്പലക്കുളങ്ങളിലും എന്താ പൂജ വെള്ളം എടുക്കാനും അതുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യുന്നതുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ എന്താ പറയുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം ഗ്രേറ്റ് ബാത്ത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ ചരിത്രകാരന്മാർ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ കുളം വൃത്തിയാക്കിയിരുന്നു. അതായത് ഇതിൽ വെള്ളം മൊത്തം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറച്ചിരുന്നു. അതിനുവേണ്ടി അവരുടെ ഉണ്ടായിരുന്ന സെറ്റപ്പാണ് ഈ പ്ലഗ് എന്ന് പറയുന്നത്. ഇതിൽ പിടിച്ച് വലിക്കുക താഴോട്ടോ മേലോട്ടോ, അതിന്റെ സെറ്റപ്പ് ഞാൻ കറക്റ്റ് വായിച്ചില്ല, ആക്കി കഴിഞ്ഞാൽ ആ കുളത്തിലെ വെള്ളം മൊത്തം ഒഴിഞ്ഞു പോകും. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, പുതിയ വെള്ളം ഫില്ല് ചെയ്യാം. യജാതി ടെക്നോളജിയിൽ ഇവരുടെ മുമ്പിലൊക്കെ നമ്മളൊന്ന് നമിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 14,500 വർഷം മുമ്പ് ഈ തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഒരു പ്ലഗിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഒഴിഞ്ഞു പോകാനും അതിലത്തോട്ട് പുതിയ വെള്ളം നിറയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ, ഈ 4,500 വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഈ ജനതയെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ഒന്ന് തൊഴുതേ പറ്റൂ അല്ലെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, മോഹൻജദാരോവിലാണ് എന്തുള്ളത്, ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. ഗ്രേറ്റ് ബാത്തിന്റെ കുറച്ച് വിശേഷങ്ങളും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. കഴിഞ്ഞില്ല, ഒപ്പം ഒന്ന് പഠിക്കുക, ഗ്രേറ്റ് ഗ്രാനറി. 2 ഗ്രേറ്റുകൾ, ഗ്രേറ്റ് ബാത്ത് ആയാലും ഗ്രേറ്റ് ഗ്രാനറി ആയാലും ഇത് മഹത്തായ ധാന്യപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. ഇതും എവിടെ തന്നെയാണ് കണ്ടെത്തിയത്, മോഹൻജദാരോയിൽ നിന്നാണ്. അതേസമയം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു 6 ചെറിയ ധാന്യപ്പുരകൾ നമ്മൾ എവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മാറിപ്പോരുത്, പലയിടത്തും ഇത് തെറ്റി പ്രിന്റ് ചെയ്യാറുള്ളതാണ്. കാരണം ഗ്രേറ്റ് ഗ്രാനറി ഹാരപ്പയിലാണ് എന്ന് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്, ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഗ്രാനറീസ് ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്, പക്ഷെ അത് 6 ചെറിയ ധാന്യപ്പുരകളായിരുന്നു. അതേസമയം വളരെ വലിയ ഒരു മഹത്തായ ധാന്യപ്പുര എന്ന് തന്നെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ആ ഒരു ഗ്രേറ്റ് ഗ്രാനറി ആയാലും ഗ്രേറ്റ് ബാത്ത് ആയാലും കണ്ടെടുത്തിരിക്കുന്ന എവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ്. അതുപോലെ ഡാൻസിങ് ബ്രോൺസ് ഗേൾ, ഇതാണ് ഡാൻസിങ് ബ്രോൺസ് ഗേൾ എന്ന് പറയുന്നത്. ഇത് SSC പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു ചോദ്യമായിട്ട് വന്നതായിരുന്നു. ഒരു ഡാൻസിങ് ഗേളിന്റെ പ്രതിമ നമ്മളിങ്ങനെ മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അത് ഒരു ചോദ്യത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത് അത് എന്തുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫാക്ട് ആണ് അതെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. മാത്രമല്ല ബ്രോൺസ് ഏജിലുള്ളതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ലോജിക്ക് ഒക്കെ അറിയുന്നതിനും എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാൻസിങ് ഗേളിന്റെ പ്രതിമ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ അതെന്താ, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എവിടെ നിന്നാണ് നമ്മൾ കണ്ടെടുത്തത്, മോഹൻജദാരോയിൽ നിന്നാണ് നമ്മൾ കണ്ടെടുത്തത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പശുപതി സീലും കണ്ടെടുത്തിരിക്കുന്നത് എവിടെ തന്നെയാണ്, മോഹൻജദാരോയിൽ നിന്നാണ്. കഴിഞ്ഞില്ല, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത് അല്ലെ. പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പണ്ട് എന്താ പറയാ ചെറുപ്പത്തിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഡൈജസ്റ്റ് ഒക്കെ വായിച്ച് ഞാൻ ഇവരെ പറ്റി വായിച്ച് വായും പൊളിച്ചിരുന്ന എനിക്ക് ഓർമ്മയുണ്ട് സ്കൂൾ ഡേയ്സിൽ. അന്നൊക്കെ ആ ഡൈജസ്റ്റിന്റെ പുറത്തുനിന്ന് ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്ന് ഈ ബീഡഡ് മാന്റെ സ്റ്റാച്ചു ആയിരുന്നു. താടിയുള്ള മനുഷ്യൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഇത് അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു പുരോഹിതന്റേതാവാം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിച്ചു വരുന്നത്. ഇറ്റ്സ് ബിലീവ് ടു ബി എ പ്രീ സ്റ്റാച്ചു, ഒരു പുരോഹിതന്റെ പ്രതിമ ആയിരിക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിച്ചു വരുന്നത്. മേലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസൈൻസ് കാണാൻ, നല്ലൊരു അടിപൊളി താടിയുണ്ട്, മീശയൊക്കെ ട്രിം ചെയ്തിട്ടുണ്ട്, നെറ്റിയിൽ ഒരു തരത്തിലുള്ള ഒരു ആഭരണമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അണിഞ്ഞിട്ടുണ്ട്. കണ്ണെന്താ പാതി അടച്ച നിലയിലാണ്, ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലൊക്കെ ആണെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്.
മുടിയെല്ലാം പുറകിലോട്ട് എന്താ പറയുക ചീവി ഒതുക്കിയ രീതിയിലാണ് കാണപ്പെടുന്നത്. ഇത് സ്റ്റേറ്റൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഒരു കൈൻഡ് ഓഫ് റോക്ക് തന്നെയാണ്. സ്റ്റേറ്റൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മോഹൻജദാരോവിന്റെ വിശേഷണങ്ങൾ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മോഹൻജദാരോ ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ സിന്ധിലാണ്. സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ്. ഒബ്വിയസ്ലി RD ബാനർജി അല്ലെ, ഞാൻ നിങ്ങളോട് പല ക്ലാസ്സിലും പറഞ്ഞിട്ടാണ് മോഹൻ ബാനർജി എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓർത്തിരുന്നോളൂ, മാറിപ്പോവാതിരിക്കാൻ. മോഹൻ ബാനർജി എന്ന് ഓർത്തോ. മോഹൻജദാരോയിൽ മോഹനും RD ബാനർജിയിലെ ബാനർജിയിലും ചേർത്ത് മോഹൻ ബാനർജി എന്ന് ഓർത്തിരുന്നു. 1922 കണ്ടുപിടിക്കപ്പെടുന്നത്. സിന്ധി ലാംഗ്വേജിൽ മൗണ്ട് ഓഫ് ഡെഡ്, മരിച്ചവരുടെ കുന്ന് എന്നാണ് ഇതിനർത്ഥം. മോഹൻജദാരോവിലാണ് ഗ്രേറ്റ് ബാത്തും ഗ്രേറ്റ് ഗ്രാനറി ഉള്ളത്. ഗ്രേറ്റ് ബാത്തിന്റെ വിശേഷണങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡാൻസിങ് ബ്രോൺസുകളായാലും പശുപതി സ്റ്റീൽ ആയാലും പ്രീ സ്റ്റാച്യു ഓഫ് എ ബീഡഡ് മാൻ ആയാലും എല്ലാം നമ്മൾ കണ്ടെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഇതേ മോഹൻജദാരോവിൽ നിന്ന് തന്നെയാണ്. ഇപ്പൊ 2 സൈറ്റ് പഠിച്ചില്ലേ? അടുത്തതിലോട്ട് പോവാലോ. അടുത്തത് ഏതാണ്? സുത്കാങ്ദോർ എന്ന് തന്നെ എന്ത് ചെയ്യാം, അത് കറക്റ്റ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. സുത്കാങ്ദോർ എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തോളൂ, വായിച്ചോളൂ. ഇവിടെ 2600 1700 BC ഞാൻ പറഞ്ഞതിന്റെ വർഷം നോക്കണ്ട, ഓരോ ടെക്സ്റ്റ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ഒന്നുകൂടി മാറ്റി പറയണ്ട. അപ്പൊ എന്തായാലും നിങ്ങൾ അത് എന്ത് ചെയ്തോളൂ, നമ്മൾ ആ പറഞ്ഞ റേഞ്ച് തന്നെ എന്ത് ചെയ്തോളൂ, നിങ്ങൾ പിടിച്ചോളൂ. ഇൻ സൗത്ത് വെസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രൊവിൻസ്, സൗത്ത് വെസ്റ്റേൺ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ, അതായത് ബലൂചിസ്ഥാൻ എവിടെയാ? പാകിസ്ഥാനിലാണ് അല്ലെ. പാകിസ്ഥാന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രൊവിൻസ് ആണ് ഇതെന്ന് പറയുന്നത് സുത്കാങ്കദോർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലാണുള്ളത്. ദസ്ത് റിവർ ആണ്. നിങ്ങൾക്ക് സുത്കാങ്കദോർ ഇവിടെ നോക്കിയാൽ കാണാന്ന് വിചാരിക്കുന്നത് ഇതേ കിടക്കുന്നു. സുത്കാങ്കദോർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലാണ്, ദസ്ത് റിവറിലാണ്. 1929 സ്റ്റെയിൻ ആണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച ഓർഡറിലെ പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പൊ 1929 സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സുത്കാങ്കദോർ കണ്ടുപിടിക്കുന്നത്. SS എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. ഹാരപ്പയും ബാബിലോണും തമ്മിലുള്ള, ഹാരപ്പൻ സിവിലൈസേഷനും ബാബിലോണും തമ്മിലുള്ള ട്രേഡ് പോയിന്റ് ആയിട്ടാണ് എന്ത് നമ്മൾ വിശ്വസിക്കുന്നത്, സുത്കാങ്കദോർ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, തൊട്ട് താഴെ എന്താണ്, കടലാണ്. അപ്പൊ എന്ത് ചെയ്തിരിക്കാം, അവിടെ നിന്ന് വരാനും പോവാനും എല്ലാം എന്ത് ചെയ്തിരിക്കാം, വളരെ ഈസി ആയിരുന്നിരിക്കാം. അപ്പൊ സുത്കാങ്കദോർ ബലൂചിസ്ഥാനിലാണ്, ദസ്ത് റിവറിലാണ്. 1929 സ്റ്റെയിൻ കണ്ടെത്തി. ഹാരപ്പയും ബാബിലോണും തമ്മിലുള്ള ട്രേഡ് പോയിന്റ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതാണ്, സുത്കാങ്കദോർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാഹുന്താരോയെ പറ്റിയാണ്. ചാഹുന്താരോ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാവേണ്ട കാര്യം സിറ്റി വിത്തൗട്ട് സിറ്റഡൽ എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലെ ഭൂരിഭാഗം നഗരങ്ങളും ഇങ്ങനെ 2ആയി തരം തിരിച്ചിരുന്നു അല്ലെ. കോട്ട കെട്ടി മേൽഭാഗത്ത് റൂളേഴ്സും റിച്ച് ആയിട്ടുള്ള ആളുകളും താമസിച്ചപ്പോൾ താഴ്ഭാഗങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ ഡെയിലി വേജസിന് വേണ്ടി എന്നും കൂലിപ്പണിക്ക് രാവിലെ എഴുന്നേറ്റ് പോയിരുന്ന ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു, താഴെ താമസിച്ചിരുന്നു. ഡെയിലി ആയിരുന്നവരുടെ വേജ് ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, ലിറ്ററലി എടുക്കാനല്ല. ഞാൻ പറഞ്ഞ സെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭജനം ഇല്ലാതിരുന്ന നഗരമായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ ചാഹുന്താരോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ചാഹുന്താരോ ഇവിടെയാണ് ഉള്ളത്. അപ്പൊ സി തന്നെ ഓർത്താൽ മതി. സിറ്റി വിത്തൗട്ട് സിറ്റഡൽസ് എന്താണ്, സി തന്നെയാണ്, ചാഹുന്താരോ ആണ്. എപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്? 1931 NG മജുംദാർ ആണ് എന്ത് ചെയ്യുന്നത്, ചാഹുന്താരോ കണ്ടുപിടിക്കുന്നത്. ഇതും എവിടെ തന്നെയാണ്, സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ് ഇതും വരുന്നത്, ചാഹുന്താരോയും വരുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബീഡ് മേക്കിംഗ് ഫാക്ടറി എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അവർ എന്തുണ്ടാക്കിയിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള മുത്തുകൾ ഉണ്ടാക്കിയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. മാലയൊക്കെ കോർക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മുത്തുകൾ എന്ത് ചെയ്തിരുന്നു, ഇവരുണ്ടാക്കിയിരുന്നു. അത്തരത്തിലുള്ള മുത്തുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി നമ്മൾ ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട്, നമ്മൾ ഈ ചാഹുന്താരോയിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്, മഷിക്കുപ്പിയും ലിപ്സ്റ്റിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബുള്ളോക്ക, ടെറാക്കോട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള. നമ്മൾ പറഞ്ഞിരുന്നു ടെറാക്കോട്ട കൊണ്ട് അത്രയൊന്നും ഹൈ എൻഡ് അല്ലാത്ത എന്നാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പല വസ്തുക്കളും ഇവർ ഉണ്ടാക്കിയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുള്ളോക്കാട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഒരു ടെറാക്കോട്ട മേഡ് ബുള്ളോക്കാട്ടാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ചാഹുന്താരോനെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചത്? 1931 NG മജുംദാർ കണ്ടുപിടിച്ചു. സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ് വരുന്നത്. സിറ്റി വിത്തൗട്ട് സിറ്റഡൽ ആണ്. സി മറക്കരുത് കേട്ടോ, അത് കയ്യിലുണ്ടാവണം. ഇവിടെ ഇമ്പോർട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബീഡ് മേക്കിംഗ് ഫാക്ടറി എന്ന് പറയുന്നത്. ബുള്ളോക്കാട്ടിന്റെ ഒരു ടെറാക്കോട്ട മോഡലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാഹുന്താരോയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അംറി എന്ന് പറയുന്നത്. അത്ര അങ്ങ് പ്രധാനപ്പെട്ട ഒന്നൊന്നുമല്ല എങ്കിലും അംറി എന്ന് പറയുന്നത്. അംറി 1935 NG മജുംദാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അംറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബലൂചിസ്ഥാൻ അടുത്ത് തന്നെയാണ്, സിന്ധു നദിയുടെ തീരത്ത് തന്നെയാണ്. ബലൂചിസ്ഥാൻ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞ എവിടെയാണ്, പാകിസ്ഥാനിലാണ് വരുന്നത് അല്ലേ. നിങ്ങൾക്ക് അല്ലെങ്കിൽ മാപ്പ് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ പിന്നെയും എഴുതിയതാണ് വട്ടിടുന്നത്, അത് ശരിയല്ല. ആ ഡോട്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കണത്. എഴുതിയത് വട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ലൊക്കേഷൻ തന്നെ മാറിപ്പോ അല്ലെ. ചാഹുന്താരൊക്കെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെക്കും, രാജസ്ഥാനിലാണ്. അങ്ങനെയല്ല കേട്ടോ.
ഞാൻ ആ ഡോട്ട് തന്നെ നോക്കണം. ഞാൻ അറിയാതെ പറയുന്ന ഓളത്തിന് എഴുതിയത് വട്ടിടുന്നതാണ്, അങ്ങനെയല്ല. നിങ്ങൾ ആ ഡോട്ട് തന്നെ നോക്കണം. അംബ്രി എവിടെയാണ് വരുന്നത്? ബലൂചിസ്ഥാൻ അടുത്ത് സിന്ധു നദിയുടെ തീരത്ത് 1935 NG മജുംദാർ കണ്ടുപിടിച്ചു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത റൈനോസിറസിന്റെ, കാണ്ടാമൃഗത്തിന്റെ എവിഡൻസ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമ്മൾ അംബ്രിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അവിടുത്തെ പറ്റി ഓർക്കാനായിട്ട് വേറെ ഒന്നും പ്രധാനമായിട്ടില്ല. 1935 NG മജുംദാർ കണ്ടുപിടിച്ച സിന്ധു നദിയുടെ തീരത്തുള്ള ആംബ്രി അവിടെ നിന്ന് എന്ത് കിട്ടി? റൈനോസിറസിന്റെ എവിഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഖാലിബംഗനാണ്. ഖാലിബംഗൻ ഹിന്ദി അറിയുന്നവർക്ക് ഇപ്പൊ തന്നെ അറിയാം. ഖാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കറുപ്പാണ് അല്ലെ? കറുപ്പ്. ബംഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളകളാണ്. സോ കറുത്ത വളകൾ എന്നാണ് ഖാലിബംഗന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരുപാട് കറുത്ത വളകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുപ്പി വളപ്പൊട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖാലിബംഗൻ എന്ന് പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം തന്നെ കറുത്ത വളകളാണ്. അവിടെ നിന്ന് കുറെ കറുത്ത വളകളും കിട്ടിയിട്ടുണ്ട്. കണ്ടുപിടിക്കപ്പെടുന്നത് അംലാനന്ദ് ഘോഷാണ്. 1953 അംലാനന്ദ് ഘോഷാണ് എന്ത് ചെയ്യുന്നത്? ഈ ഖാലിബംഗൻ കണ്ടുപിടിക്കുന്നത്. ഗഗ്ഗർ നദിയുടെ തീരത്താണ്. രാജസ്ഥാനിലാണ് ഇത് വരുന്നത്. നമ്മുടെ ഖാലിബംഗൻ വരുന്നത് ഗഗ്ഗർ നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഖാലിബംഗൻ. വീണ്ടും ഞാൻ എഴുതിയത് വട്ടിട്ട് തെറ്റിക്കുന്നുണ്ട്, ക്ഷമിക്കുക. ഇത് ഡോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഖാലിബംഗൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്യാമൽ ബോൺസ്, ഒട്ടകത്തിന്റെ എല്ലുകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമുക്ക് ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ മുൻപൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയായിരുന്നു. ഖാലിബംഗൻ എവിടെയാ? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ എന്താണ്? താർ മരുഭൂമിയാണ്. അപ്പൊ താർ മരുഭൂമിയിൽ എന്താണ് അവിടെ? ഒട്ടകാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ അടുത്താണ് ഞാൻ വായിച്ചറിഞ്ഞത് നമ്മുടെ താർ ഡെസേർട്ടിനൊന്നും അധികം പഴക്കില്ല. താർ ഡെസേർട്ടിനൊക്കെ ഒരു 4000 മുതൽ 10000 വർഷം വരെ പഴക്കമാണ് ആര് കണക്കാക്കുന്നത്? ഇപ്പൊ ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. ഇപ്പൊ 10000 വന്നാൽ ഓക്കെയാണ്. പക്ഷെ 4000 ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ഇവരൊന്നും ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകളൊന്നും ഇവിടെ താമസിക്കുന്ന കാലത്ത് ഇന്നീ കാണുന്ന രീതിയിൽ അത്രയും എന്താ പറയുക മാരകമായി വിപുലമായ ഒരു താർ മരുഭൂമി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. കാരണം താർ മരുഭൂമിക്ക് അത്രയും ആയുസ് പറയുന്നുള്ളൂ. ഒരു 4000 to 10000 വർഷമാണ് എന്ത് ചെയ്യുന്നത്? താർ മരുഭൂമിയുടെ ആയുസായിട്ട് പറയുന്നത്. എന്നിരിക്കൽ കൂടി ഓർത്തു വെക്കാൻ ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. പക്ഷെ അതൊരു ഫാക്ച്വലി അത് തെറ്റാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ എന്താ പറയാ, അതിൽ ഫാക്ച്വലി ഇത് 100% ശരിയാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഞാനിപ്പോൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ താർ മരുഭൂമി ഉള്ളത് കൊണ്ടും അവിടെ ഒട്ടകം നമ്മുടെ മരുഭൂമിയുടെ കപ്പലായതുകൊണ്ടും നിങ്ങൾ ക്യാമൽ ബോൺസ് ഖാലിബംഗൻ രാജസ്ഥാനിൽ നിന്ന് കിട്ടിയെന്ന് ഓർത്തു വെച്ചോളൂ. പക്ഷെ അത് ഇത്രത്തോളം ശരിയേ ഉള്ളൂ എന്നുള്ളത് കൂടി എന്ത് ചെയ്യുക? കൂടെ ഓർത്തു വെക്കുക. അതുപോലെ ഖാലിബംഗൻ കിട്ടിയിട്ടുള്ള മറ്റൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലോഡ് ഫീൽഡ് എന്ന് പറയുന്നത്. കിട്ടിയിട്ടുള്ള അവിടെ കണ്ടെടുത്തിട്ടുള്ള നല്ല ഉഴുതുമറിച്ച പാടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഖാലിബംഗനിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞില്ല, ഫയർ ആൾട്ടാർസ് എന്ത് ചെയ്തിട്ടുണ്ട്? പല പൂജകൾ നടത്താനോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിച്വൽസ് പെർഫോം ചെയ്യാനോ, എഗെയിൻ പൂജ എന്ന് പറയുമ്പോൾ ആ സെൻസിലല്ല ഇപ്പോഴത്തെ പൂജ എന്നല്ല, അന്ന കാലത്തിലെ പല സംഭവങ്ങളും നടത്താനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ഫയർ ആൾട്ടാർസ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഖാലിബംഗനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഡെക്കറേറ്റീവ് ബ്രിക്സ്, ഫ്ലോറിങ്ങിന് ഡെക്കറേറ്റീവ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഏതാണ്? നമ്മുടെ ഖാലിബംഗനാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഡെക്കറേറ്റീവ് ബ്രിക്സ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഏതാണ്? ഖാലിബംഗനാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഖാലിബംഗനെ പറ്റി പഠിച്ചത്? കറുത്ത വളകൾ ആദ്യം മനസ്സിൽ വരണം. അത് അംലാനന്ദ് ഘോഷ് 1953 കണ്ടുപിടിച്ചത്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോളൂ. ഇത് എവിടെയാണെന്ന് അറിയാനായിട്ട്, രാജസ്ഥാനിലാന്ന് ഓർത്തിരിക്കാനായിട്ട്. മരുഭൂമിയാണല്ലോ. എഗെയിൻ ഫാക്ച്വലി കറക്ഷൻ നോക്കണ്ട, മരുഭൂമിയാണല്ലോ. നല്ല ചൂടായപ്പോൾ വളകളൊക്കെ കറുത്ത് പോയി എന്ത് ചെയ്താൽ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഖാലിബംഗൻ കറുത്ത വളകൾ രാജസ്ഥാനിലുള്ള കണക്ഷനും എന്ത് ചെയ്യും? അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ക്യാമൽ ബോൺസ് ഒട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറുത്ത വളകൾ ഒബ്വിയസ്ലി കിട്ടിയിട്ടുണ്ട്. ഉഴുതുമറിച്ച നിലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫയർ ആൾട്ടേഴ്സ് ഒരു സ്ഥലത്തോട് ഞാൻ പറയും, എങ്കിലും ഇവിടെ നിന്നും ഖാലിബംഗനും എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഡെക്കറേറ്റീവ് ബ്രിക്സ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു സൈറ്റ് ഏതാണ്? അത് ഖാലിബംഗനാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളിൽ ഒന്നായിട്ടുള്ള ലോത്തലിനെ പറ്റിയാണ്. ലോത്തൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഗുജറാത്തിലാണ് ലോത്തൽ വരുന്നത്. എന്താണ് ലോത്തലിനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള സൈറ്റിൽ പുറത്തുനിന്നുള്ള ഈ മെസോപ്പൊട്ടാമിയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത്തരത്തിലുള്ള കച്ചവടങ്ങളെല്ലാം നടന്നിരുന്നത് ലോത്തലിൽ വെച്ചാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് സീ ട്രേഡ് സെന്റർ, വളരെ പ്രധാനപ്പെട്ട കടൽ മാർഗം. അന്ന് അതാണല്ലോ, കരമാർഗം പോകാൻ എന്താ പോലെ കാറോ ബസ്സോ ലോറിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കടൽ മാർഗം വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീ ട്രേഡ് സെന്റർ ലോത്തലാണ് എന്നാണ് ഇന്ത്യയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടെടുത്തിട്ടുണ്ട്? ഒരു ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ്, കപ്പലുകൾക്ക് കരയ്ക്കടുക്കാനും സാധനങ്ങൾ ഇറക്കാനും ചരക്കുകൾ കയറ്റാനുമായിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിന്റെ വെള്ളം കയറാത്ത പടമാണ് മുമ്പൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ വെള്ളം കയറിയത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര രസമായിട്ട് തോന്നി അല്ല. ആ ഒരു കപ്പലുകൾ അടുക്കുന്നതും എങ്ങനെയാണെന്നുള്ളതെല്ലാം
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കപ്പലുകൾ വന്ന് അടുത്തിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന ലോത്തൽ എവിടെയാണുള്ളത്, ഗുജറാത്തിലാണുള്ളത്. ഇവിടെ എന്തുണ്ടായിരുന്നു, സ്റ്റോർ ഹൗസ് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമുക്ക് ഇനി എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. കാരണം കപ്പലുകൾ വന്ന് അടുക്കണമെങ്കിൽ ചരക്കുകൾ ഇറക്കുമ്പോഴും ചരക്കുകൾ കയറ്റുമ്പോഴും എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, സ്റ്റോർ ഹൗസുകൾ ഉണ്ടാവേണ്ടതുണ്ട് അല്ലേ. സാധനങ്ങൾ ഇറക്കി വെക്കാനായാലും കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായാലും എന്ത് വേണ്ടതുണ്ട്, സ്റ്റോർ ഹൗസുകളുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മെസോപ്പൊട്ടാമിയയിൽ നിന്നുള്ള സീലുകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഈ സ്റ്റോർ ഹൗസുകളിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മെസോപ്പൊട്ടാമിയായിട്ട് കച്ചവടം ഉണ്ടായിരുന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ആ മെസോപ്പൊട്ടാമിയൻ സീൽസ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഖാലിബംഗനിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഫയർ ഓൾട്ടോസ് എവിടെ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്, ഈ ലോത്തിൽ നിന്നും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡബിൾ ബറിയൽ. പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന സ്ഥലമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയെന്ന് പറയുന്നത്, ലോത്തലിൽ എന്ന് പറയുന്നത്. അതിനുള്ള തെളിവും എന്ത് ചെയ്തിട്ടുണ്ട്, ലോത്തലിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലോത്തലിനെ പറ്റി നമ്മൾ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റാണ്. ഈ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് SSCയും കേരള PCയും ചോദിച്ചിട്ടുള്ള കയ്യും കണക്കില്ല കേട്ടോ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് സ്ഥലം ഏതാണെന്ന് വീണ്ടും 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 കുറേ വട്ടം ഇന്ത്യ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി അതൊന്നും തെറ്റിക്കരുത്. നമുക്കിനി ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, ലോത്തൽ കണ്ടുപിടിച്ചത് SR റാവോ 1953. വളരെ പ്രധാനപ്പെട്ട കടൽമാർഗുള്ള കച്ചവട കേന്ദ്രമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന ലോത്തൽ തന്നെയാണ്. സ്റ്റോർ ഹൗസുകൾ ഉണ്ടായിരുന്നു, കണക്ട് ചെയ്യാൻ പറ്റും. മെസോപ്പൊട്ടാമിയയിൽ നിന്നുള്ള സീൽസ് കിട്ടിയിട്ടുണ്ട്, അതും കച്ചവടം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫയർ ഓൾട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഖാലിബംഗനിലും ലോത്തലിലും ഉണ്ടായിരുന്നു. ഡബിൾ ബറിയലിന്റെയും തെളിവുകളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലോത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുർക്കോട്ടഡയാണ്. സുർക്കോട്ടഡയാണ് ഇന്ത്യയാണുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 1964 JP ജോഷി എന്ന് പറയുന്ന എക്സ്കവേറ്റർ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്, സുർക്കോട്ടഡ കണ്ടുപിടിക്കുന്നത്. സുർക്കോട്ടഡയും എവിടെ തന്നെയാണ് വരുന്നത്, ഗുജറാത്തിലാണ്. ഈ ഏരിയ ഒക്കെ മനസ്സിലുണ്ടാവണം. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ എന്നുള്ളത് മനസ്സിൽ ജനറലൈസ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനും ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് എന്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്. നമ്മൾ നോക്കുന്ന സൈറ്റുകളെല്ലാം തന്നെ ഇങ്ങനെ പടർന്നു കിടക്കുന്ന സൈറ്റുകളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഗുജറാത്തിലാണ് എന്ത് വരുന്നത്, സുർക്കോട്ടഡ വരുന്നത്. ഇവിടെ നിന്ന് കുതിരയുടെയും ഒട്ടകത്തിന്റെയും രണ്ടും കിട്ടിയിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ബോൺ മാത്രം കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു, കാലിബംഗനിലായിരുന്നു. പക്ഷെ കുതിരയുടെയും കൂടി കിട്ടിയിട്ടുണ്ട് എവിടെ നിന്ന്, സുർക്കോട്ടഡയിൽ നിന്ന്. അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് മൂടി പാകിയ ഗ്രേവ്, കല്ലറകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ശവമടക്കിയിരുന്ന രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് സുർക്കോട്ടഡയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതും മേ ബി മറ്റൊരു പോർട്ട് സിറ്റി ആയിരുന്നിരിക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത്, സുർക്കോട്ടഡയെ പറ്റിയും എന്ത് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ സുർക്കോട്ടഡ 1964 JP ജോഷി കണ്ടുപിടിച്ചു. ഒട്ടകത്തിന്റെയും അതുപോലെ തന്നെ കുതിരയുടെയും എല്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ കവേർഡ് ഗ്രേവ് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പോർട്ട് സിറ്റി ആയിരുന്നിരിക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബനാവലിയെ പറ്റിയാണ്. ബനാവലിയെ പറ്റി പറയാൻ വളരെ എളുപ്പമാണ്. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാറുള്ളതാണ്. ബന എന്ന് പറയുമ്പോൾ ബന, ആന അല്ലെ, 3 ആനകളെ പറ്റി നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന് ഇവിടെ നിന്ന് ആനയുടെ അവശിഷ്ടം തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ഇതുള്ളത് ഹരിയാനയിലാണ്. അപ്പൊ 3 ആനകളെ നമുക്ക് ഓർക്കാം. ബനാവലി ഒന്നാമത്തെ ആന, ഹരിയാന രണ്ടാമത്തെ ആന, മൂന്നാമത്തെ ആന എന്ത് തന്നെയാണ്, ശരിക്കും ആന തന്നെയാണ്. എലിഫന്റ് റിമൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഹരിയാനയിലെ ഹിസാർ ഡിസ്ട്രിക്റ്റിലാണ് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരുന്നത്, നമ്മുടെ ബനാവലി വരുന്നത്. 1974 RS ബിഷ്ട് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബനാവലി എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ബനാവലി ഹരിയാന 1974 RS ബിഷ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി ഹാരപ്പൻ കൾച്ചറിനെ 3ആയിട്ട് തരംതിരിച്ച കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ പ്രീ ഹാരപ്പൻ കൾച്ചറും അതുപോലെ തന്നെ ഹാരപ്പൻ കൾച്ചറും ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും എല്ലാത്തിന്റെ തെളിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബനാവലിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പണ്ടൊഴുകിക്കൊണ്ടിരുന്ന സരസ്വതി നദിയുടെ തീരങ്ങളിലാണ് അല്ലെങ്കിൽ അതിന്റെ ബെഡിലാണ് എന്ത് ചെയ്തിരുന്നത്, ഇത് നിലനിന്നിരുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ബനാവലി RS ബിഷ്ട് 1974 ഹരിയാനയിലുണ്ട്. ആനയുടെ റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. പ്രീ ഹാരപ്പൻ ആൻഡ് ഹാരപ്പൻ കൾച്ചറിന്റെ തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബനാവലിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള സൈറ്റാണ് ധോളവീര എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ധോളവീര റാൻ ഓഫ് കച്ചിൽ വരുന്ന ധോളവീര 1985 RS ബിഷ്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു ബനാവലി 1974 എന്ത് ചെയ്യുന്നത്, RS ബിഷ്ട് കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് 11 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ധോളവീരയും ഇദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഒരേ ഒരു സൈറ്റാണ് എന്ന് പറയുന്നത് ധോളവീര എന്ന് പറയുന്നത്. ഇപ്പൊ 2 എക്സെപ്ഷനാണ് നമ്മൾ പഠിച്ചത്. ചാഹുന്താരോയിൽ എന്തില്ല, 2ആയിട്ട് പോലും തിരിച്ചിട്ടില്ല, സിറ്റി വിത്തൗട്ട് സിറ്റിഡൽസ് ആയിരുന്നു. അതേസമയം 3ആയിട്ട് തിരിച്ചിരുന്ന നഗരം ഏതാണ്, സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ധോളവീരയാണ് അല്ലെ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സൈറ്റുകളും എന്താണ്, 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മാസീവ് സ്റ്റോൺ വാൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റും വന്നിട്ടുണ്ട്. സറൗണ്ടഡ് വിത്ത് മാസീവ് സ്റ്റോൺ വാൾസ്, കല്ലുകൊണ്ടുള്ള
വലിയ മതിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ചുറ്റും കെട്ടിയിട്ടുണ്ട്. ജയന്റ് വാട്ടർ റിസർവയർ, വളരെ വലിയൊരു വാട്ടർ റിസർവയർ, ഒരു വാട്ടർ ടാങ്ക്, വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, ധോളഗിരിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള വാട്ടർ ഹാർനസിംഗ് സിസ്റ്റം, കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വാട്ടർ ഹാർനസിംഗ് സിസ്റ്റം എവിടെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ധോളഗിരിയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എപ്പോഴും പറയുന്നതാണ് വളരെ വലിയൊരു സ്റ്റേഡിയം, വളരെ വലിയൊരു ഓപ്പൺ ഏരിയ, ചുറ്റും ഇരുന്ന് ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ആ പണ്ടത്തെ ഗ്ലാഡിയേറ്റർ മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പൊ ചുറ്റും ഇങ്ങനെ ഇരുന്ന ആളുകൾക്ക് കാണാൻ, നടുവിൽ എന്തോ പരിപാടി നടക്കുന്നു, അത്രയും വലുതല്ല എന്നാലും ആ തരത്തിലുള്ള ആ ഒരു വേയിലുള്ള ഒരു സ്റ്റേഡിയം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ധോളഗിരിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റെവിടെയും ഇല്ലാത്തൊരു സംഭവമാണ് ധോളഗിരിയിൽ ഉണ്ടായിരുന്നത്, ഗേറ്റ് വേ എൻട്രൻസ് ആയിരുന്നു. ആ ഗേറ്റ് വേ എൻട്രൻസ് ഒരു വലിയ എന്തുണ്ടായിരുന്നു, ഒരു കൂറ്റൻ ഒരു സ്റ്റോൺ വാളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞില്ല, അതുപോലെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ആ എൻട്രൻസിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻസ്ക്രിപ്ഷൻ കംപ്രൈസിങ് 10 ലാർജ് സൈസ്ഡ് സൈൻസ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ സ്ക്രിപ്റ്റിൽ ഈ 10 ചിഹ്നങ്ങൾ എന്ത് ചെയ്തിരുന്നു, അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഇത് സാധാരണ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തെളിവ് കിട്ടിയിട്ടില്ല. സാധാരണത്തിന്റെ തെളിവും കിട്ടിയിട്ടുണ്ട്, മറ്റേതിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഏതാണെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ധോളഗിരിയെ പറ്റി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത്, ധോളവീര എന്ന് പറയുന്നത്. അപ്പോൾ ധോളഗിരിയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്, 1985 RS ബിഷ്ട് കണ്ടുപിടിച്ചു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് വരുന്നത്. 3 ഭാഗങ്ങളായിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു ധോളവീര എന്ന് പറയുന്നത്. മാസീവ് ആയിട്ടുള്ള സ്റ്റോൺ വാൾസ് വെച്ച് സറൗണ്ടഡ് ആയിരുന്നു. വലിയൊരു വാട്ടർ റിസർവോയർ സിസ്റ്റം, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വാട്ടർ ഹാർനസിംഗ് സിസ്റ്റം, അതുപോലെ വലിയൊരു സ്റ്റേഡിയം, അതുപോലെ ഗേറ്റ് വേ എൻട്രൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗേറ്റ് വേ എൻട്രൻസും എന്തുണ്ടായിരുന്നു, ധോളഗിരിയിൽ ഉണ്ടായിരുന്നു. ആ ഗേറ്റ് വേ എൻട്രൻസിലോട് കയറുമ്പോൾ ഇതിന്റെ ശരിക്കും പിക്ചർ തന്നെ ഉണ്ട്, ഞാൻ പക്ഷേ ഇൻസ്ക്രിപ്ഷൻ തന്നെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയൊരു ബോർഡിലാക്കിയിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡീകോഡ് ചെയ്യാൻ പറ്റിയുള്ളത് എന്തായിരുന്നോ എങ്ങനെയായിരുന്നോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മളൊക്കെ തട്ടിപ്പോകുന്നതിന് മുമ്പ്, നമ്മളല്ല ഞാനൊക്കെ തട്ടിപ്പോകുന്നതിന് മുമ്പ് ഇതൊന്ന് ആരെങ്കിലും കഴിവുള്ളവരൊന്ന് ഡീകോഡ് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ ആ ഒരു രഹസ്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യായിരുന്നു, നമുക്ക് സമാധാനത്തോടെ തട്ടിപ്പോവായിരുന്നു. അത് അറിഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്നല്ല, എന്നാലും ഭയങ്കരമായ ഞാൻ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ്. അവിടുത്തെ ആ ഒരു എഴുത്തിൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ അല്ലേ. നമുക്ക് ആർക്കും അറിയാതെ ഇങ്ങനെ ലോകത്ത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും അറിയാത്തൊരു സാധനം അവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ. ഇപ്പോൾ ആർക്കും അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ പണ്ട് മരിച്ചുപോയ ഒരുപാട് ആളുകളൊന്നും ഇത് അറിയാതെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ എന്താ, അതൊരു വലിയ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യാം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ജീവിതകാലം കൊണ്ട് തന്നെ അത് നടക്കട്ടെ എന്നും എന്ത് ചെയ്യാം, നമുക്ക് ആഗ്രഹിക്കാം. അല്ലാതെ ഇപ്പോൾ ഒന്നും എന്ത് ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല. അപ്പോൾ ധോളഗിരിയെ പറ്റി മനസ്സിലായില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് റോപ്പറാണ്. റോപ്പറിനെ പറ്റി അത്രയൊന്നുമില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. പഞ്ചാബിൽ സത്ലജിലാണ്, അതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഓവൽ പിറ്റ് ബറിയലുണ്ട്, അതുമല്ല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിറ്റ് ബറിയൽ അറിയാലോ, കുഴി കുഴിച്ച് ഓവൽ ഷേപ്പിലുള്ള ബറിയലാണ് ഓവൽ പിറ്റ് ബറിയൽ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് എവിഡൻസ് ഓഫ് ബറിയിങ് ഡോഗ് ബിലോ ഹ്യൂമൻ. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യനോട് ചേർത്ത് നായയെ കൂടി അടക്കം ചെയ്യുന്നതിനുള്ള തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, റോപ്പറിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. പഞ്ചാബിലെ സത്ലജിലാണ്, ഓവൽ പിറ്റ് ബറിയലാണ്, മനുഷ്യനോടൊപ്പം നായയെ കൂടി അടക്കം ചെയ്തതിന് തെളിവുകൾ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്, റോപ്പറിൽ നിന്നാണ്. ഈ ഞാൻ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം എവിടെ നിന്നാണ് മനുഷ്യനോടൊപ്പം നായയെ അടക്കം ചെയ്തതിനുള്ള തെളിവ് കിട്ടിയതായിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. ഇപ്പൊ റോപ്പർ ഇവിടെ ഒരു 4 ഓപ്ഷൻ, 1, 2, 3, 4, ഇവിടെ 4 ഇൻഡസ് വാലി സൈറ്റുകൾ ഉണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ എന്തായിരിക്കും, അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഓരോരോ സാധനങ്ങളും ഉണ്ടാവും. അതെന്തായിരിക്കും, മാച്ച് ദ ഫോളോയിങ് താഴെ ഓപ്ഷൻ ഉണ്ടാവും, 1A, 2B, 3C. അതിൻ്റെ എന്താണ്, ഷഫിൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ. ഇപ്പൊ പലരും അതുമായിട്ട് പരിചിതമായി തുടങ്ങി, വേറെ എന്തില്ല വഴിയിൽ, ഇല്ലെങ്കിൽ അത് UPSCക്കും KAS-നും മാത്രമുള്ളതാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും എന്ത് ചെയ്തേ പറ്റൂ, ഇതുമായിട്ടൊക്കെ യൂസ്ഡ് ആയേ പറ്റൂ അല്ലേ. അപ്പോൾ അത്തരത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇത് ഓൾറെഡി പലപ്പോഴും SSCക്കും PSCക്കും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, മനുഷ്യനോടൊപ്പം നായയെ കൂടി അടക്കം ചെയ്യുന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാന്നുള്ളത്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ചോദ്യം, പക്ഷെ ഇങ്ങനെയായിരിക്കും. പക്ഷെ പഴയ സാധനം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ഒറ്റ ചോദ്യം അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 4, 3, 2 ചോദ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഡിപ്പെൻസ് അല്ലേ. അതിന്റെ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് പൊളിറ്റി ക്ലാസ് നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് എന്ന് നമുക്ക് വേണ്ട ആൻസർ പിക്ക് ചെയ്യേണ്ടത് എന്നുള്ള സ്കിൽ എന്ത് ചെയ്തോളും. ഇനി കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തോളും, നിങ്ങൾ താനേ പിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 4 അറിയണമെന്നൊന്നുമില്ല, എന്നിരിക്കലും എന്ത് ചെയ്യേണ്ടത്, 1, 2 ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ റോപ്പറിനെ പറ്റിയുള്ള ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്കുള്ളതാണ് റാഖിഗറി എന്ന് പറയുന്നത്. വളരെ അവസാനം കണ്ടുപിടിക്കപ്പെട്ട ഒരു സൈറ്റാണ് റാഖിഗറി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൗൺ ഏതാണ്, റാഖിഗറിയാണ്. പലയിടത്തും മോഹൻജദാരോ ആയിരിക്കും, അത് അപ്ഡേറ്റഡ് ആവാത്തത് കൊണ്ടാണ് റാഖിഗറി തന്നെയാണ് അതെന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാലും ഏത് തന്നെയാണ്, റാഖിഗറി തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ
ഏറ്റവും വലിയ സൈറ്റ് ഏതാണ്? റാഖി ഗറിയാണ്. കണ്ടുപിടിച്ചത് റഫീഖ് മുഗളാണ് എന്ത് ചെയ്യുന്നത്? റാഖി ഗറി കണ്ടുപിടിക്കുന്നത്. ഹരിയാനയിലാണ് വരുന്നത്. ഹാരപ്പൻ സിവിലൈസേഷന്റെ 3 ഫേസസിന്റെയും തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് റാഖി ഗറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൗൺ ആണ് ഏതെന്ന് പറയുന്നത്? റാഖി ഗറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടി നിങ്ങൾ ഓർക്കണം. അരിയുടെ തെളിവുകളൊക്കെ കിട്ടിയിട്ടുള്ളത് റംഗ്പൂരിൽ നിന്നാണ്. അതുപോലെ ബാംഗിൾ ഫാക്ടറി, വളകൾ നിർമ്മിച്ചിരുന്ന, മുത്തുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ വളകൾ നിർമ്മിച്ചിരുന്ന ഒരു ഫാക്ടറി ഇതേ വളാക്കോട്ട് അതിൽ തന്നെ ഉണ്ട് അല്ലെ. ഞാൻ ഇപ്പോഴേ കണ്ടേട്ടോ. വളക്കോട്ടിലാണ് എന്ത് ചെയ്തിരുന്നത്? വളകൾ ഉണ്ടാക്കിയിരുന്നത് അല്ലെ. എന്ത് ഡയറക്റ്റ് അല്ലേ, പഠിക്കാൻ എന്ത് എളുപ്പമല്ല. ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. വളക്കോട്ടിലാണ് എന്തുണ്ടാക്കിയിരുന്നത്? വള ഫാക്ടറി ഉണ്ടായിരുന്നത്. വളരെ എളുപ്പമാണ്. റംഗ്പൂർ അല്ലെ, അവിടെ എന്തുണ്ടായിരുന്നു? അവിടെ റൈസിന്റെയും തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ അവരുടെ പ്രധാനപ്പെട്ട സൈറ്റുകൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവർ ഈ ഭൂമുഖത്ത് നിന്ന് ഒരു കുറച്ച് കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്തത്? അപ്രത്യക്ഷമായത് എന്നുള്ള കഥയാണ്. ഏകദേശം 1800 BC-യോടുകൂടി ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഈ CA-യും BC-യും ആർക്കൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർ 1-2 മെസ്സേജ് അയച്ചിരുന്നു. ഇതൊന്നുമില്ല കേട്ടോ മക്കളെ. നമ്മൾ ഈ AD BC എന്ന് പറയുന്നില്ല, ഈ AD BC മാറ്റി പിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം BC ബിഫോർ ക്രൈസ്റ്റ് ആണ്, AD അന്നാ ഡൊമിനിയാണ്. AD പൊതുവെ നമ്മൾ കണക്കാക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളാണ്. അത് എന്താ പറയാ, ഫാക്ച്വലി കറക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മളത് പറയാറുള്ളത്. അപ്പൊ അതിന് പകരം ഇതൊരു കൈൻഡ് ഓഫ് ഒരു റിലീജിയസ് ടച്ചുള്ള സാധനമല്ലേ. അങ്ങനെയല്ലാതെ നമുക്കൊരു ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ലാതെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാണ് ഇതെന്ന് പറയുന്നത് BC എന്ന് പറയുന്നതും CE എന്ന് പറയുന്നതും. BC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ കോമൺ എറ എന്നാണ് അർത്ഥം. ബിഫോർ കോമൺ എറ എന്നാണ് എന്തിന്റെ അർത്ഥം വരുന്നത്? BC-യുടെ അർത്ഥം വരുന്നത്. ഞാനത് ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറയേണ്ടതായിരുന്നു, എന്നോട് ക്ഷമിക്കാം. ഇപ്പൊ അത് പലരും ചോദിച്ചപ്പോഴാണ് എനിക്ക് ഇത് അറിയാത്തവരുണ്ടാവും എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. BC ബിഫോർ കോമൺ എറ ആണെങ്കിൽ അപ്പൊ CE എന്താ? കോമൺ എറ. അത്രയല്ലേ ഉള്ളൂ. BC നമ്മൾ പുറകിലോട്ടാണ് പറഞ്ഞു പോവുക, കോമൺ എറ നമ്മൾ എന്താ മുമ്പിലോട്ട് നമ്മൾ ഇപ്പൊ എണ്ണുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് അല്ലേ. ഇവിടെ 2021 കഴിഞ്ഞാൽ എന്താ വരുന്നത്? 2022 വരുന്നത്. ഇവിടെ പുറകിലോട്ടാണ് നമുക്ക് പോകുന്നത്. കാരണം അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷം പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടൈമിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുറകിലോട്ട് എണ്ണി പോകുന്നത്. അപ്പൊ BC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ കോമൺ എറ, CE എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ എറ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ BC എന്ന് പറയുന്ന ബേസിക്കലി നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള BC തന്നെയാണ്, ബിഫോർ ക്രൈസ്റ്റ് തന്നെയാണ്. CE എന്ന് വെച്ചാൽ എന്താണ്? അത് AD ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ സ്ലൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കും. അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. BC എന്ന് വെച്ചാൽ BC തന്നെയാണ്, CE എന്ന് വെച്ചാൽ എന്താണ്? AD ആണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് ഈ BC-യും CE-യും ആണെന്ന് കൂടി എന്ത് ചെയ്തോളൂ, ഓർത്ത് വെച്ചോളൂ. ചിലപ്പോൾ എപ്പോഴും സ്ലൈഡ് ഉണ്ടാക്കുമ്പോഴേ നമ്മളത് ശ്രദ്ധിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇപ്പോഴേ അത് പറഞ്ഞിരുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെ ഡിക്ലൈൻ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1800 BC-യോടുകൂടി ആ ഭാഗത്തു നിന്നെല്ലാം ആളുകൾ അപ്രത്യക്ഷമായി എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. എങ്ങനെ ഇവർ ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിയറീസ് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് തിയറീസ് ഞാൻ പറഞ്ഞുതരാം. REM വീലർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഇനി ആര്യന്മാരുടെ വരവാണ് അല്ലെ. ആ ആര്യന്മാരുടെ കടന്നു വരവിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾ ഇല്ലാതായി എന്നുള്ള തിയറിയാണ് ആര് മുന്നോട്ട് വെച്ചത്? REM വീലർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ജോൺ മാർഷൽ പറഞ്ഞത് എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ കൊണ്ടാണ്, പ്രകൃതിയിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണെന്നാണ് എന്ത് ചെയ്തത്, ജോൺ മാർഷൽ പറഞ്ഞത്. പിന്നെ ഭൂമികുലുക്കങ്ങൾ ഉണ്ടായി എന്നും അതുപോലെ ഫ്ലഡ്സ്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി എന്നും ഇൻഡസ് വാലി അല്ലെങ്കിൽ സിന്ധു നദിയിലെ വെള്ളം പല കാര്യങ്ങൾക്കും കിട്ടാതായി എന്നും അത് ഗതിമാറി ഒഴുകി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പല തിയറീസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണിലോട്ട് ഒരു പിൻ പോയിന്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. എങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റീസൺ ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശാസ്ത്രകാരന്മാർ വിശ്വസിക്കുന്ന ഒരു സിംഗിൾ കോസ് ഒന്നുമല്ല, ഒരുപാട് ലോക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ലോക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. കാലക്രമേണ ഗ്രാജുവലി ഇവർ എന്തായി എന്നാണ് പറയുന്നത്, ഇല്ലാതായി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ റീസെന്റ് ആയിട്ട് IIT ഏതാണെന്ന് ഞാൻ മറന്നു, ഒരു IIT-ൽ നടന്ന പഠനത്തിൽ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. സഡൻ ഡിക്ലൈൻ എന്നല്ല, കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങൾ മൂലം, കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ മൂലം കാലക്രമേണ എന്ത് ചെയ്യുകയായിരുന്നു, ഇവരില്ലാതാവുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് ഇല്ലാതായെന്ന് നമ്മൾ പറയുന്നത് 1800 BC-യിൽ ആളുകളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോയി. ആര്യന്മാരുടെ ഇൻവേഷൻ കൊണ്ടാണെന്ന് REM വീലറും എൻവിറോൺമെന്റൽ ഡീഗ്രഡേഷൻ കൊണ്ടാണെന്ന് ജോൺ മാർഷലും പറഞ്ഞു. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പൊ കറന്റ് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സിംഗിൾ റീസൺ ഒന്നും നമുക്ക് പറയാനില്ല, എങ്കിലും നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സഡൻ ഡിക്ലൈൻ ഒന്നും ആയിരുന്നില്ല. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലം, വ്യതിയാനങ്ങൾ മൂലം കാലക്രമേണ എന്തായി, അവരില്ലാതായി എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കഥ കിട്ടിയില്ലേ? നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയതാ മക്കളെ? നമ്മൾ സ്റ്റോൺ ഏജിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? ഇന്ത്യയിലെ പല സെറ്റിൽമെൻറ്റ്സിനെ പറ്റിയും ലോകത്തിലെ കുറച്ച് സെറ്റിൽമെൻറ്റ്സും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. പാലിയോലിത്തിക്കും മീസോലിത്തിക്കും നിയോലിത്തിക്കിലൂടെയും ചാൽക്കോലിത്തിക്കിലൂടെയും നമ്മൾ കടന്നു വന്നു. അത് കഴിഞ്ഞ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെ അതേ മനസ്സിൽ വന്നിട്ടുണ്ടാവട്ടെ, എവിടെ? നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ, ഇപ്പോഴത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലായിട്ട് കടന്നിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, അവിടുത്തെ കുറേ സൈറ്റുകളെ പറ്റിയും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് സ്റ്റോൺ ഏജിൻ്റെ അല്ല ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒന്ന് ചെറുതായി സമ്മറൈസ് ചെയ്തിടാം. SCERTയുടെ സമ്മറിയാണ്. ഇവർ പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ 2700 മുതൽ 1700 വരെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ വർഷത്തിൽ എന്തുണ്ട് മാറ്റം അല്ലേ? നമ്മൾ പറഞ്ഞത് NCERT അനുസരിച്ച് 2600 മുതൽ 1900 ആണ്. അപ്പോൾ വർഷത്തിൽ വലിയ കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ റേഞ്ച് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 2700 മുതൽ 1700 വരെ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസിന്റെയും അതിന്റെ തീരങ്ങളിലുമായി നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ബേൺഡ് ബ്രിക്സ് ഇവർ ഉപയോഗിച്ചിരുന്നു, ബ്രോൺസ് ടൂൾസ് ഇവർ ഉപയോഗിച്ചിരുന്നു, ഡ്രെയിനേജ് സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു, സ്ട്രീറ്റുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു, ഗ്രാനറികൾ ധാന്യപ്പുരകൾ ഇവർക്ക് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ബാത്ത് ഇവർക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഹാരപ്പൻ സിവിലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. ഇവർ വ്യത്യസ്തമായ പല രീതിയിലുള്ള ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഇവർ അഗ്രികൾച്ചറിലെല്ലാം നല്ല രീതിയിൽ പ്രോഗ്രസ് വന്നപ്പോൾ പലതരത്തിലുള്ള കച്ചവടങ്ങൾ അല്ലേ, മുത്തുകളായിട്ടും അതുപോലെ തന്നെ പല സാധനങ്ങളും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുപ്പിവളകളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരോട് നിന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. അത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇവർ ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷനും ഇവർക്ക് കോൺടെമ്പററി ആയിരുന്നു. ഇവര് സയൻസിലായാലും ഗണിതത്തിലായാലും ആർക്കിടെക്ചറിലായാലും വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു, ഒരു സംസ്കാരമായിരുന്നു ആരെന്ന് പറയുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്തു, കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ക്ലാസ്സുകൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ പോരെ എന്നും എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളോട് അറിയിക്കുക. കാരണം നമ്മളിപ്പോൾ 4-5 ക്ലാസ്സുകളായിട്ടുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലല്ല എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടെങ്കിൽ അതും താഴെ അറിയിക്കുക. താഴെ അറിയിക്കുകയാണെങ്കിൽ ലൈവായിട്ട് കാണുന്നവർക്ക് താഴെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ എത്തുന്നത് എനിക്ക് കൂടി അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ. നിങ്ങൾ ചുമ്മാ ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യില്ല, അങ്ങനെയല്ല അത് നടക്കുന്നത്, അത് മൊണോപ്പൊളി ആയിരിക്കും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മൊണോപ്പൊളി കറക്റ്റ് യൂസേജ് ആണെന്നല്ല, ദാസിനോട് ചോദിക്കണം. പോട്ടെ വിട്ടേക്ക്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അത് ശരിയാണെന്നും നല്ലതാണെന്നും എനിക്കൂടി ബോധ്യപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. നമ്മൾ ജനാധിപത്യമാണല്ലോ അല്ലേ, ആ രീതിയിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് എനിക്ക് വേണം. അല്ല ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണെങ്കിൽ അതും താഴെ പറയണം. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് വരെയുള്ള ക്ലാസ്സുകൾ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളത് താഴെ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വ്യക്തമായി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ മാത്രമല്ല സ്റ്റോൺ ഏജും ഒപ്പം പഠിക്കുക. ഹിസ്റ്ററിക്ക് ഒരു കുഴപ്പമുണ്ട്, പഠിക്കും തോറും മറക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, മറക്കും തോറും പഠിക്കണം. നമ്മൾ സ്റ്റോൺ ഏജിൽ തുടങ്ങിയിട്ട് ഇൻഡസ് വാലിയെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് എവിടം വരെ എത്താനുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ പോലും പോരാ. നമ്മൾ അവിടെ നിന്നും പിന്നെയും കടന്നു ചെന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഭരണപക്ഷം വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ എത്തേണ്ടതുണ്ട് അല്ലേ. കാരണം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിക്കാണ്ട്, എന്നിട്ട് വേണം നമുക്ക് ലോകചരിത്രം പഠിക്കാനായിട്ട്. ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ കഥ നമുക്ക് അറിയേണ്ടതുണ്ട്. ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയും ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇനി പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചത് വീണ്ടും പഠിച്ച് നമ്മൾ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പൊടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക, ഹിസ്റ്ററിയിൽ ഇരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീണ്ടും അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് വീണ്ടും എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിലോട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യണം. നല്ലതായാലും ചീത്തയായാലും എല്ലാം നിങ്ങൾ അവിടെ എന്നോട് അറിയിക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരിവൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു അല്ലേ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ആസ് എ സൊസൈറ്റി അവരെങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള അവരുടെ മൊത്തത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഹാരപ്പൻ നഗരങ്ങളെ പറ്റി എക്സ്കവേഷൻസിലൂടെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റ്സിനെ പറ്റിയും എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്.
KAS-നായാലും UPSC-ക്കായാലും എന്തിനിപ്പോഴത്തെ ഡിഗ്രി ലെവൽ PSC-ക്കായാലും പോലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പുതിയ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ 2 ക്ലാസ്സുകളും നല്ല വൃത്തിക്ക് പഠിച്ചിട്ടാണ്, അതെല്ലാം കേട്ട് മനസ്സിലാക്കി സ്വന്തമായി നോട്ട്സ് എല്ലാം എഴുതി പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. നോട്ട് എഴുത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ PDF-ഉം ടെക്സ്റ്റ് ബുക്കും ഒന്നുമല്ല, എല്ലാം റെഫർ ചെയ്ത് നമ്മൾ എഴുതുന്ന നോട്ടുകളാണ് അവസാനം വരെ നമ്മളെ കരക്കടിപ്പിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള സത്യം മറക്കാതിരിക്കുക. ഹിസ്റ്ററിയൊക്കെ പലരും മറക്കുന്നു എന്നൊക്കെ പറയുന്നുള്ള ഒരു വലിയ സൊല്യൂഷൻ അതാണ്. സ്വന്തമായിട്ട് നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നോട്ടുകൾ എഴുതി വെക്കുക. ഈ PDF ഒക്കെ 4 ഭാഗത്ത് നിന്ന് കിട്ടുന്നത് 4 ഡയറക്ഷനിൽ പോകും. എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് നമ്മൾ അതൊന്നും ഹെൽപ്പ് ചെയ്തൊന്നും വരില്ല മക്കളെ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എല്ലാ സബ്ജക്ട്സിനും നിങ്ങളുടേതായിട്ടുള്ള നോട്ട് എത്തുക. സമയമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളുടെ ബ്ലഡി എക്സ്ക്യൂസസ് ആയിട്ട് ഞാൻ പറയുള്ളൂ. വേണമെന്ന് വെച്ചാൽ നടക്കും. പിന്നെ സമയമില്ല എന്ന് പറയുന്നവനെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഞാനത് ഉപകാരപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും 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 ഞാൻ പറയുന്നു, നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള നന്നായി ഈ എന്താ പറയുക റാങ്ക് സ്കോർ ചെയ്തിട്ടുള്ള സർവീസിൽ കയറിയിട്ടുള്ള ആളോട് ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും ഭൂരിഭാഗം ആളുകൾക്കും നല്ലൊരു ശതമാനം ആളുകൾക്കും സ്വന്തമായ നോട്ടുകൾ ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിലായാലും എൻ്റെ സ്റ്റുഡൻസിലായാലും എൻ്റെ തന്നെ കേസ് എടുത്താലും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഞാനത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഈ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം, ജോൺ മാർഷൽ ഉണ്ട്, ദയാറാം സാനി ഉണ്ട്, RD ബാനർജി ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും നമ്മൾ പഠിച്ച 3 പേരുകൾ തന്നെയാണ്. താഴെ 2 കൂടിയുണ്ട്, ഹൈറോഗ്ലിഫിക്സും ക്യൂണിഫോം സ്ക്രിപ്റ്റും. നമ്മൾ പഠിച്ചിട്ടില്ല, എന്നിരിക്കലും എല്ലാവർക്കും അറിയുന്ന 2 സ്ക്രിപ്റ്റുകളാണ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട 2 സംസ്കാരങ്ങളുടെ സ്ക്രിപ്റ്റുകളാണ് ഇതെന്ന് പറയുന്നത്, ഈ ഹൈറോഗ്ലിഫിക്സ് എന്നും ക്യൂണിഫോം എന്നും പറയുന്നത്. ജോൺ മാർഷൽ ആദ്യം തന്നെ നമുക്ക് എടുക്കാം. ഞാൻ വേണമെങ്കിൽ ഇവർക്ക് സൗകര്യത്തിന് ജസ്റ്റ് ഒന്ന് നമ്പർ കൊടുക്കാം. 1 2 3 4 5 അല്ലെ, 5 എണ്ണാണുള്ളത്. ജോൺ മാർഷൽ ആരാണ് നമുക്കറിയാം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് വന്ന വ്യക്തിയാണ് ജോൺ മാർഷൽ. ഇദ്ദേഹം വന്നപ്പോഴാണ് എന്ത് ചെയ്തത്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു ഇത് വരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പദം തന്നെ കോയിൻ ചെയ്യുന്നു. ആ ഒരു സംസ്കാരത്തെ കണ്ടെത്തുന്നതും ആരാണ്, ജോൺ മാർഷലാണ്. രണ്ടാമത്തെ ആള് ദയാറാം സാനിയാണ്. ദയാറാം സാനി ഇതിൽ നമുക്ക് ഏതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുക, ഹാരപ്പയായിട്ട് ലിങ്ക് ചെയ്യാം അല്ലെ. ഹാരപ്പ കണ്ടുപിടിക്കുന്ന ആരാണ്, ദയാറാം സാനിയാണ്. ഞാൻ എടുത്തു പറഞ്ഞതാണ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടുപിടിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ജോൺ മാർഷൽ ആവുമ്പോൾ, അതേസമയം ഹാരപ്പ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്, അതിനുത്തരം ദയാറാം സാനിയാണ്. മൂന്നാമത്തേത് RD ബാനർജിയാണ്. കോഡ് മറക്കില്ല, മോഹൻ ബാനർജി എന്നാണ് ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞത് അല്ലേ. എവിടെ നിന്നാ മോഹൻ വന്നത്, മോഹൻജദാരോയിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ആ മോഹൻ വന്നിട്ടുള്ളത്. അപ്പൊ മോഹൻജദാരോ RD ബാനർജി, സോ അതും കിട്ടി 3. ഇനി ഹൈറോഗ്ലിഫിക്സും ക്യൂണിഫോമും നമ്മൾ പറഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, ഇല്ലെങ്കിൽ ഇപ്പൊ അറിഞ്ഞോളൂ. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കാം. ഹൈറോഗ്ലിഫിക്സ് ആരുടെയാണ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ അല്ലെ, കോണ്ടംപററി ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒപ്പം നിലനിന്നിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനെയും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനെയും അതുപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതിലെ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആരുടെയാണ്, ഈജിപ്തുകാരുടെയാണ്. ഇതെല്ലാം ഡീകോഡ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഡിസിഫർ ചെയ്ത് എടുക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ മാത്രം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മാത്രം എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഇന്നുവരെ ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ക്യൂണിഫോം ആരുടെയാണ്, ക്യൂണിഫോം മെസോപ്പൊട്ടാമിക്കാരുടെയാണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യായിരുന്നു. ഞാൻ പിന്നെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. സിമ്പിൾ അല്ലേ, യാതൊരു പ്രശ്നമില്ലല്ലോ. ആദ്യത്തെ ചോദ്യം ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഇതേ പിടിച്ചോ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറൈസസ് ഓർ ക്യാരക്ടറൈസ്, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിനാണ്. ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് സിന്ധു നദിതട സംസ്കാരത്തിലെ ആളുകളുടെ എന്താ പറയുക സ്വഭാവ സവിശേഷതകളായിട്ട് വരിക എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, they possess great palaces and temples. അവർക്ക് വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ അമ്പലങ്ങളും ഉണ്ടായിരുന്നോ? ഇല്ല. അവരുടെ സിറ്റിയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു, സിറ്റഡൽസ് ആയിരുന്നു അല്ലെ. ഹയറും ലോവറും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത് അല്ലെ. ഹയറിൽ റിച്ച് ആയിട്ടുള്ള ആളുകളും റൂളേഴ്സും താമസിച്ചപ്പോൾ താഴത്തെ എന്ത് ചെയ്തു, സാധാരണക്കാരായിട്ടുള്ള ദിവസക്കൂലിക്ക് പോയി അന്നുള്ള ജോലിക്ക് പോയി പണിയെടുത്തിരുന്ന ആളുകളാണ് എന്ത് ചെയ്തിരുന്നത്, നമ്മൾ താഴെ കണ്ടിരുന്നത്. അപ്പൊ ഈ വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ അമ്പലങ്ങളും ഉണ്ടായിരുന്നില്ല. അമ്പലങ്ങളുടെ ഒന്നും അവശിഷ്ടങ്ങളോ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങളോ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അത് തെറ്റാണ്. ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ നോക്കാൻ പറ്റുന്നുണ്ട്. 1 and 2 ഓൺലി. 1 and 2 ഓൺലി വരുമോ, ഇല്ല. 1 2 and 3 വരുമോ, ഇല്ല. none of the statements is given above is correct ആവാം, പറയാൻ പറ്റില്ല. ഓൺലി 2 ഉണ്ട്. അപ്പൊ 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, they worshipped both male and female deities. അത് കറക്റ്റ് ആണ് അല്ലെ. പശുപതി പോലത്തെ മദർ ഗോഡസ് പോലത്തെ മെയിൽ ഡേറ്റീസും ഫീമെയിൽ ഡേറ്റീസും എവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രോട്ടോ ശിവന്റെ ഒരു ആദ്യകാല രൂപം, അതുപോലെ മദർ ഗോഡസ് അല്ലെ, മാതൃദൈവം ഒക്കെ എന്ത് ചെയ്തിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, 2 കറക്റ്റ് ആണ്. 2 കറക്റ്റ് ആണെങ്കിൽ none of the statements given above is correct
സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ? അല്ല, കാരണം 2 ശരിയാണ്. അപ്പൊ ഇതും പോയി. മൂന്നാമത്തെ നിങ്ങൾ വായിക്കേണ്ട കാര്യം പോലും ഇല്ല, കാരണം കഴിഞ്ഞു. 3 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആകെ ഒന്നേ കറക്റ്റ് ഉള്ളൂ, അത് ഏതാണ്? ഓൺലി 2 ആണ്. പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യായതുകൊണ്ട് നിങ്ങൾ മൂന്നാമത്തെയും കൂടി വായിച്ചോ. ദേ എംപ്ലോയ്ഡ് ഹോഴ്സ് ഡ്രോൺ ചാരിയോട്സ് ഇൻ വാർഫെയർ. നമ്മളങ്ങനെ യുദ്ധങ്ങളെ പറ്റിയൊന്നും അവിടെ സംസാരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ കുതിരയെ കെട്ടിയ രഥങ്ങളുടെ തെളിവുകളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, എവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കുതിരയെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ കുതിരയുടെ സുർക്കോട്ടടിയിൽ നിന്ന് കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കഥ നമ്മൾ പറഞ്ഞിരുന്നു. കളിബങ്കനിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, കുതിരയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുതിരയെ കെട്ടിയ രഥങ്ങൾ അവർ ഉപയോഗിച്ച കഥയൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി വേദകാലഘട്ടമൊക്കെ വരണം, അതൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പൊ ദേ എംപ്ലോയ്ഡ് ഹോഴ്സ് ഡ്രോൺ ചാരിയറ്റ്സ് ഇൻ വാർഫെയർ. യുദ്ധങ്ങളിൽ അവർ കുതിരയെ തെളിച്ച രഥങ്ങൾ ഉപയോഗിച്ചിരുന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. അപ്പൊ ആകെ ഏതേ കറക്റ്റ് ഉള്ളൂ? 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ആൻസർ ഏതാ? ഓപ്ഷൻ ബി, ഓൺലി 2. ഞാൻ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തും. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഇത് വായിച്ച് ഓരോന്ന് ചെയ്യല. നമ്മൾ എങ്ങനെയാണ് ഓരോന്നിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പോലും വായിക്കാതെ നമ്മൾ കറക്റ്റ് ആൻസറിലോട്ട് എത്തിയത് എന്നുള്ള സ്കില്ലാണ് നിങ്ങൾ അക്വയർ ചെയ്യേണ്ടത്. അത് പലർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ പലർക്കും അതൊരു പുതിയ കാര്യമായിരിക്കാം. അങ്ങനെയുള്ളവർ എന്താ പറയുക, ഇതൊപ്പം ഈ സ്കിൽ അക്വയർ ചെയ്ത് പോകാം. നമ്മൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ചോദ്യം നമ്മൾ ചെയ്യും അല്ലേ. ഇങ്ങനെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് റിവിഷനും ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ ഇത് പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്കിൽ എന്ത് ചെയ്താലും ഗ്രാജുവലി നിങ്ങൾ പിക്കപ്പ് ചെയ്തോളൂ. ഒട്ടും പേടിക്കണം. നമ്മുടെ കൂടെ ജേർണിയിൽ അങ്ങോട്ട് ഉണ്ടായാൽ മതി. അത് ഈ പറയുന്ന കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആവുന്നതോടെ നിങ്ങൾക്ക് എന്താവും, ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് വളരെ നല്ലൊരു സ്കില്ലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെയും കിട്ടിയില്ലേ? വീണ്ടും ദേ പിടിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കിക്കോ. മോഹൻജദാരോ ഉണ്ട്, ചാഹുന്താരോ ഉണ്ട്, ലോത്തലുണ്ട്, ഹാരപ്പയുണ്ട്. ഇപ്പുറത്തെ അവിടുത്തെ കണ്ടെടുത്ത സാധനങ്ങളാണ് നമുക്ക് നോക്കി കാണാം. ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, വിത്തൗട്ട് സിറ്റഡൽ, ഡോക്യാർഡ്, സാൻഡ്സ്റ്റോൺ മേക്ക് ആൻസർ. ഇതിൽ ഈ സാൻഡ്സ്റ്റോൺ മേക്ക് ആൻസർ മാത്രമേ ഒരു പക്ഷെ നമ്മൾ പറയാത്തതുണ്ടാവുള്ളൂ. കുഴപ്പമില്ല, ബാക്കി വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. പറ്റിയില്ലെങ്കിൽ നമുക്ക് അപ്പം ആലോചിച്ചാൽ പോരെ. ഇത് നോക്കിക്കോ, ഒന്നാമത്തെ മോഹൻജദാരോ ആണ്. മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഗ്രേറ്റ് ബാത്തും 2 മഹത്തായ എന്താ പറയുക കുളവും അതുപോലെ തന്നെ മഹത്തായ ധാന്യപ്പുരിയും. 2 ഗ്രേറ്റുകൾ ഞാൻ അവിടെ ഉണ്ടെന്ന് ഓർക്കാനാണ് പറഞ്ഞത്. മോഹൻജദാരോയിലാണ് എന്തുള്ളത്, ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. അപ്പൊ A1 വരണം അല്ലെ, അല്ലെങ്കിൽ 1A വരണം. തലതിരിച്ചാ കൊടുത്തേക്കുന്നത്, നമുക്ക് പണിതരാനാണ്. A1 അല്ലെങ്കിൽ 1A. ഓപ്ഷൻ ബി A3 ആണ്. വരുമോ? ഇല്ല. ഓപ്ഷൻ A2 ആണ്. പോയി കണ്ട എന്ത് സിമ്പിൾ ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. രണ്ടാമത്തേത് ചാഹുന്താരോ ആണ്. ചാഹുന്താരോ സിറ്റി വിത്തൗട്ട് സിറ്റഡൽ, സി എന്ന് ഓർക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലെ. ചാഹുന്താരോ വിത്തൗട്ട് സിറ്റഡൽ ആണ്. സോ 2B ആണ്, അല്ലെങ്കിൽ B2 ആണ്. B2 B4 വരുമോ? ഇല്ല. B2 കറക്റ്റ് ആണ് അല്ലെ. B4 കറക്റ്റ് ആണോ? അല്ല. അപ്പൊ A1 എന്ന് പറഞ്ഞപ്പോ A2 1 ആയപ്പോൾ നമുക്ക് ബാക്കി വന്ന 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് 2 ആയിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് B2 ആയേ പറ്റൂ, ചാഹുന്താരോ വിത്തൗട്ട് സിറ്റഡൽ ആയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് നമുക്ക് നടക്കുമോ? ഇല്ല. അപ്പോൾ B4 എന്തായി, തെറ്റിപ്പോയി. അത് തന്നെയാണ് അടുത്ത ലോത്തല്. എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉണ്ടായിരുന്നു. അതേ ഓർഡർ തന്നെ തന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കിയേക്കാം. ഹാരപ്പയിൽ നിന്ന് സാൻഡ്സ്റ്റോൺ മേക്ക് ആൻസർ ആണ്. ഇപ്പൊ ചിലരെങ്കിലും വിചാരിക്കും ഇത് എന്നെ പഠിപ്പിച്ചല്ലോ, ഇത് ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ. ഞാൻ വീണ്ടും പറയുന്ന നോക്കളെ, എല്ലാം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു സ്പൂൺ ഫീഡിങ് എക്സ്പെക്ട് ചെയ്ത് നിങ്ങളിവിടെ വരരുത്, അല്ലെങ്കിൽ അത് ഈ കോഴ്സിന്റെ ഭാഗമല്ല. എല്ലാവരും പലരും നമ്മുടെ പല കോഴ്സുകൾ എടുക്കുമ്പോൾ ചോദിക്കാറുള്ളതാണ്, ഇത് പഠിച്ചാൽ എല്ലാം കവർ ആവുമോ? ഞാൻ പറയില്ല, ഇത് പഠിച്ചാൽ എല്ലാം ഒന്നും കവർ ആവില്ല. അങ്ങനെ ഒരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു ടീച്ചർക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ള ഫേക്ക് പ്രോമിസസ് തരുന്നവരുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ ഗൂഢോദ്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രോമിസ് ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് നെഞ്ചിൽ തൊട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. ഒരിക്കലും ഒരു അധ്യാപകന് നിങ്ങളെ എല്ലാം പഠിപ്പിക്കാൻ പറ്റൂല, അൺലെസ് അയാളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നെങ്കിൽ. ഇപ്പൊ ഞാൻ തന്നെ പഠിപ്പിച്ച് അതൊന്ന് ഞാൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമെങ്കിൽ ഓക്കെ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനുള്ള അതോറിറ്റി ഒന്നും നമ്മുടെ കയ്യിലില്ല. അത് മുകളിലിരിക്കുന്ന വലിയ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തന്ന് ഇങ്ങനെയൊക്കെയാണ് പരിപാടികളെന്ന് മനസ്സിലാക്കി തരിക. ബാക്കി പരന്ന വായനയായാലും ബാക്കി കാര്യങ്ങളായാലും എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് നിങ്ങളായിട്ട് തന്നെ പിക്ക് ചെയ്യേണ്ടത്. ഇത് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യമാണ്. എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ പഠിക്കുക. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമോ കൂടുതൽ വായിക്കുക. നമ്മുടെ അറിവ് ഇങ്ങനെ എന്ത് ചെയ്യുക, രാഗി മിനിക്ക് കൂട്ടി വന്നേ പറ്റൂ. അല്ലാതെ ഒരു ക്ലാസ്സിൽ നിന്നോ ഒരു പുസ്തകത്തിൽ നിന്നോ എല്ലാം ഇന്ത്യയിലേക്ക് നമുക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റ ക്ലാസ് പോരെ, ഒരൊറ്റ പുസ്തകം പോരെ? അങ്ങനെയല്ലല്ലോ ഈ ലോകത്തുള്ളത്. ആയിരക്കണക്കിന് ക്ലാസ്സുകളും ആയിരക്കണക്കിന് പുസ്തകങ്ങളും ഒരു സബ്ജക്റ്റിൽ തന്നെ എന്തിനാണ് എഴുതപ്പെടുന്നത്? ഒരാൾക്കെല്ലാം പറയാൻ പറ്റില്ല, ഒരാൾക്കെല്ലാം എന്ത് ചെയ്യാനും പറ്റില്ല, നിങ്ങളെ പഠിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ദേ പിടിച്ചോ അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് വാസ് നോട്ട് റെപ്രസെന്റഡ് ഇൻ സീൽസ് ആൻഡ് ടെറാക്കോട്ട ഓഫ് ഹാരപ്പൻ കൾച്ചർ? സീലുകളിലോ അതുപോലെ തന്നെ ടെറാക്കോട്ട ആർട്ടിലോ ഹാരപ്പൻ സ്കൾപ്ചറിൽ എവിടെയും കാണാതിരുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പശു, ഒരു സംശയം ഉണ്ടാവും, അവിടെ നിൽക്കട്ടെ. എലിഫന്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആ പ്രോട്ടോസിവടയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റൈനോസിറസ് ഉണ്ടോ? ഉണ്ട്.
ടൈഗർ ഉണ്ടോ? ഉണ്ട്. എന്തില്ല? പശു എവിടെയും നമ്മൾ എന്തില്ല. കാറ്റിൽസിനെ ഒരു വളർത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതല്ല കേട്ടോ ചോദ്യം. അതല്ല ചോദ്യം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. സീലുകളിലോ ടെറാക്കോട്ട ആർട്ടിലോ കാണപ്പെടാത്ത മൃഗം വാസ് നോട്ട് റെപ്രസെന്റഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ എ ആണ്. എലിഫന്റും റൈനോസിറസും ടൈഗറും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സീലുകളിൽ നിന്ന് പല രീതിയിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. സെറ്റല്ലേ? 4 ചോദ്യം കഴിഞ്ഞു. ദേ പിടിച്ചു 5ാമത്തെ ചോദ്യം. റിഗാർഡിംഗ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻഡസ് വാലി സിവിലൈസേഷനെ ബേസ് ചെയ്ത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ശരി, എന്തൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് പ്രീഡോമിനന്റ്ലി എ സെക്യുലർ സിവിലൈസേഷൻ. ഒരു സെക്യുലർ ആയിട്ടുള്ള സിവിലൈസേഷൻ ആയിരുന്നു അല്ലെ. ആൻഡ് ദ റിലീജിയസ് എലമെന്റ് ടു പ്രസന്റ് ഡിഡ് നോട്ട് ഡോമിനേറ്റ് ദി സീൻ. ആ സെക്യുലറിന്റെ ഡെഫിനിഷൻ തന്നെയാണ് ബാക്കി പറയുന്നത്. അങ്ങനെ മതപരമായ അല്ലെങ്കിൽ ജാതീയപരമായ വ്യത്യാസങ്ങളോ ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, തെളിവ് കിട്ടിയിട്ടില്ല. അതെല്ലാം വരുന്നത് വേദങ്ങൾ വരുമ്പോൾ വേദിക് സിവിലൈസേഷൻ അല്ല, വേദ കാലഘട്ടത്തിലാണ് നീ പറയുന്ന എല്ലാം വരാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഈ പറയുന്ന ജാതീയപരമായ മതപരമായ വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു? ഒരു സെക്യുലർ സിവിലൈസേഷൻ ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ കറക്റ്റ് ആണോ? ഒന്നാമത്തെ കറക്റ്റ് ആണ്. വേഗം എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കാം. നൈദർ 2 not 2 എന്നല്ല, നൈദർ 1 not 2 ആണ്. ഏതൊക്കെയാണ് ശരി? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ഈസ് ആർ ട്രൂ എന്ന് ചോദിച്ചിരിക്കുന്നത്. 1 ശരിയാണ്, 1 ഓൺലി ഉണ്ട്. അപ്പൊ നമുക്കത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. 2 ഓൺലി ഉണ്ട്, അത് വരുമോ? ഇനി ഇല്ല, അത് വരില്ല. കാരണം നമുക്ക് മനസ്സിലായി എന്താണ് ശരിയാണ്. നൈദർ 1 nor 2 വരുമോ? അതും വരില്ല. കാരണം എന്താണ്? ഒന്നാമത്തെ ഓൾറെഡി നമുക്ക് ശരിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വായിക്ക്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് കോട്ടൺ വാസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽസ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞതാണ് സിൻഡൻ എന്നാണ് അന്ന് കോട്ടൺ എന്ത് ചെയ്തിരുന്നത്, വിളിച്ചിരുന്നത് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തായാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. കോട്ടന്റെ വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പൊ രണ്ടും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. അപ്പൊ 1 ഓൺലി വരുമോ? ഇല്ല. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ആണ്. സിമ്പിൾ അല്ലേ? ഒന്നും ചെയ്യാനല്ലോ, പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നോക്കാനില്ല. ഇത് പിടിച്ചോ. അടുത്തത് അതുപോലെ നമ്മൾ തൊട്ടുമ്പ് ചെയ്ത അതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കണ്ടോ, ഇവിടെയും ലോത്തലും ഡോക്യാർഡും ഉണ്ട്. ലോത്തലും ഡോക്യാർഡും ഇല്ലാത്ത എന്താ പറയുക, അത് UPSC ആണെങ്കിലും SSC ആണെങ്കിലും RRB ആണെങ്കിലും PSC ആണെങ്കിലും കലണ്ടർ എന്ത് തന്നെയാണ്, മനോരമ തന്നെയാണ്. ലോത്തലില്ലാത്ത ഒരു പരിപാടി എന്ത് ചെയ്യില്ല, അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചോ. മാച്ച് ലിസ്റ്റ് 1 ആൻഷ്യൻ സൈറ്റ് ആണ്. വിത്ത് ലിസ്റ്റ് 2 അവിടുത്തെ ഫൈൻഡിങ് ആണ്. ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഇത് വെച്ചിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ലോത്തൽ. കണ്ട ഉടനെ നിങ്ങൾ പറയും അതിലിപ്പോൾ ഒന്നും പറയാനില്ല, എന്താണ്, ഡോക്യാർഡ് ആണ്. അപ്പൊ A2 അല്ലെങ്കിൽ 2A2 എത്ര ഉണ്ട്? A1 ആണ്. വരുമോ? ഇല്ല, അതേ പോയി. ഏതാ വരണ്ട? A2 വരണം. A1 ദേ വീണ്ടും പോയി. അപ്പൊ ഐദർ B or D ആണ്. ഇനി നമുക്ക് ഉറപ്പുള്ളത് എടുത്തോ നിങ്ങൾ. നമുക്ക് ഏറ്റവും നോക്കാം. കാളിബംഗൻ ഫ്ലോഡ് ഫീൽഡ് ഡൗട്ട് ഉണ്ടാവും. ടെറാക്കോട്ട റെപ്ലിക്ക ഓഫ് എ ഫ്ലോ ഡൗട്ട് ഉണ്ടാവും. ഇത് അടുത്ത് നോക്ക്. ആൻ ഇൻസ്ക്രിപ്ഷൻ കംപ്രൈസിംഗ് 10 ലാർജ് സൈസ്ഡ് സൈൻസ് ഓഫ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, വലിയ ആ ഒരു സൈനിന്റെ ചിത്രമൊക്കെ ഇട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലെ. അത്തരത്തിൽ ആ എൻട്രൻസിലോട്ട് കയറുന്നവർ കാണാനായിട്ട് 10 വലിയ സൈസ്ഡ് ആയിട്ടുള്ള സൈൻസ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതാ. എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നത്. നമുക്കതൊന്ന് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, നമ്മൾ തട്ടിപ്പോകുന്നതിന് മുമ്പ് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞൊരു വലിയ തള്ളു ഞാൻ അവിടെ തള്ളിയതാണ്. ഓർമ്മയുണ്ടാവുന്ന ശരിക്കും തള്ളല്ല കേട്ടോ. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. ഞാൻ തട്ടിപ്പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അവിടെ എഴുതിയിരുന്നതെന്ന് എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പോട്ടെ, ആ കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെയും തള്ളേണ്ട സാറേ എന്ന് നിങ്ങൾ എന്നോട് തിരിച്ചു പറയും. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നില്ല. നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷൻ എവിടെയാണുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ഇൻസ്ക്രിപ്ഷൻ ഉള്ളത് എവിടെയാണ്? ധോളഗിരിയിലാണ്. സോ ഏതാണ്? C എന്ന് പറയുന്നത് 4 ആണ്. C4 വരണം. നമുക്ക് ഇനി ഏതേ ബാക്കിയുള്ളൂ? Bയും Dയോ ബാക്കിയുള്ളൂ. അതിൽ നോക്കിയാൽ മതി. Bയിലും Dയിലും C4 വരുന്നത് ഏതേ ഉള്ളൂ? ഒറ്റന്നേ ഉള്ളൂ. അത് ഓപ്ഷൻ B ആണ്. D വരുമോ? ഇല്ല, C3 വന്നിരിക്കുന്നത്. അപ്പൊ അതും പോയി. അപ്പൊ 2 വെച്ച് നമുക്ക് ആൻസർ കിട്ടി. ഇനി ബാക്കി നോക്കിക്കോ. അത് നമ്മളിപ്പോൾ ഇവിടെ ഒപ്പം കിട്ടും. കാളിബംഗനുണ്ട്, അതുപോലെ ഏതുണ്ട്? ബനാവലി ഉണ്ട്. ബനാവലി ഹരിയാന ആന എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതല്ല അവിടെ തന്നിരിക്കുന്നത്. ഓപ്ഷൻ B കാളിബംഗൻ ഉണ്ട്. നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. B എന്താണ്? 1 ആണ്. അപ്പൊ കാളിബംഗൻ എന്ത് കണ്ടെടുത്തിട്ടുണ്ട്? ഒരു ഉഴുതുമറിച്ച നിലം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഇതൊപ്പം നോട്ട് ചെയ്ത് പോണേ. സ്വന്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാളിബംഗൻ എന്ന് പറയുന്നതിന് താഴെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോട്ട് എഴുതുമ്പോൾ എപ്പോഴും എല്ലാ ടോപ്പിക്കിനും താഴെ ഇച്ചിരി സ്ഥലം വിട്ട് വേണം. ഇതുപോലത്തെ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയി. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കും. നിങ്ങളുടേതായിട്ടുള്ള അധികം വായനകൾ ഉണ്ടാവും. അപ്പൊ അതിനകത്തുനിന്ന് എല്ലാം നമുക്ക് പോയിന്റ് കിട്ടും. ഇതെല്ലാം എന്ത് ചെയ്യണം? ഈ നോട്ടിൽ ഇങ്ങനെ കയറണം. ഇതൊരു PDF വെച്ച് പഠിച്ചാലോ, ഒരു PDF നോക്കി നിങ്ങൾ വായിച്ചാലോ അത് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നോട്ടിനെ വെല്ലുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ലോകത്തിന്
ഇറങ്ങാനില്ല, അത് ഇറങ്ങൂല. കാരണം എന്താ? അത് നമ്മുടെ നോട്ടാണ്. മറ്റേ CID മൂസയിൽ നമ്മുടെ ക്യാപ്റ്റൻ ജോർ എന്നല്ലേ ഈ കാർ ജെയിംസ് ബോണ്ടിന്റെ പോലും ഉണ്ടാവില്ല. കാരണം എന്താ? കാർ നമ്മുടെ കയ്യിൽ ഇരിക്കണം. ആ ബുക്ക് വേറെ ആരുടെയും ഉണ്ടാവില്ല. കേസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന്റെ പോലും ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ ഇരിക്കണം. അത്രയും കിടില മെറ്റീരിയൽ ആണത്. അപ്പൊ നോട്ട് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പലരും മടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു നല്ല സ്റ്റുഡന്റ് ആണ്. നല്ല സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങളൊരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം വേഗം പേജ് മറിച്ചിട്ട് ആ കാളി അങ്ങനെ താഴെ ഓക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലോഡ് ഫീൽഡ് കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്യണം അവിടെ നിന്ന് ചെയ്യേണ്ടത്. അതുപോലെ ബനാവലി ടെറാക്കോട്ട റെപ്ലിക്ക ഓഫ് എ പ്ലോ, ഉഴുതു മറിക്കുന്നതിന്റെ ഒരു ടെറാക്കോട്ട റെപ്ലിക്ക, അല്ലെങ്കിൽ എന്താ പറയാ ആ ഉഴുന്ന സാധനം, അതെന്താ പറയാ കലപ്പ സോറി ഓർമ്മ ഒന്നുമില്ല പെട്ടെന്ന്. ആ കലപ്പയുടെ ഒരു ടെറാക്കോട്ട റെപ്ലിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, ബനാവലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റി. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ടല്ല മിക്കതും UPSC ആണെങ്കിലും KS ആണെങ്കിലും ഓപ്ഷൻസ് നമുക്ക് പിക്ക് ചെയ്യേണ്ടി വരിക. എന്നിരിക്കൽ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ചിലപ്പോൾ ഇതൊരു ചോദ്യത്തിൽ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, കാളിബംഗനിൽ ഏതായിരിക്കും പ്ലോഡ് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കണം, അത് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി. ഏതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്? നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് A2 B1 C4 D3 ഓപ്ഷൻ B ആണ്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ഫ്രം ദ ആൻസർ. സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നാമത്തെ, ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഈസ് റിഗാർഡഡ് ആസ് പിക്ടോഗ്രാഫിക്. നമുക്ക് നന്നായിട്ട് അറിയാം പിക്ടോഗ്രാഫിക് ആണ് ആ എഴുതിയിരുന്ന രീതി. പോട്ടെ, അതാണ് താഴെ പറയുന്നത്, നമുക്ക് അത് തന്നെ വായിക്കാം. അപ്പൊ ഒന്ന് കറക്റ്റ് ആണ് അല്ലെ, ഒന്ന് കറക്റ്റ് ആണ്. 2ഉം 3ഉം ഓൺലി ആണ്, തെറ്റാണ്. 1, 3 ആവാം. നൺ ഓഫ് ദി അബോവ് എന്താ തെറ്റാണ്, കാരണം ഓൾറെഡി 1 ശരിയാ, നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ വായിക്കി, ദ സ്ക്രിപ്റ്റ് വാസ് ബൗസ്ട്രോഫിഡോൺ. നമ്മൾ പറഞ്ഞിരുന്നു ബൗസ്ട്രോഫിഡോൺ ആണ്. എന്താണ് ബൗസ്ട്രോഫിഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിന്റെ പേരല്ല, എഴുതുന്ന രീതിയാണ്. ഇറ്റ്സ് റിട്ടൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ഇൻ ഓൾട്ടർനേറ്റ് ലൈൻസ്. ആദ്യത്തെ വരി ഇടത് നിന്ന് വലതോട്ടും, രണ്ടാമത്തെ വരി വലത് നിന്ന് ഇടത്തോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതുന്ന ആ സ്ക്രിപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, നമ്മൾ ബൗസ്ട്രോഫിഡോൺ എന്ന് പറഞ്ഞത്. അപ്പൊ 2 ശരിയാണോ? 2ഉം വളരെ ശരിയാണ് അല്ല, ഇതുവരെ വളരെ ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരിയായി. 1ഉം 2ഉം ശരിയായി കഴിഞ്ഞാൽ ഓപ്ഷൻ C നോക്കണോ വേണ്ട, കാരണം 1ഉം 3 പറഞ്ഞേക്കുന്നേ പോയി. ഇനി ഒരു ഓപ്ഷനേ ബാക്കിയുള്ളൂ. നിങ്ങൾ ശരി ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ശരി ഉത്തരം നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഏതാണത്? ഓപ്ഷൻ A ആണ്. മൂന്നാമത്തെ വായിക്കേണ്ട കാര്യം പോലുമില്ല. എക്സാം ഹാളിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ പറ്റും. ഓപ്ഷൻ A മാർക്ക് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കത് വായിക്കാം. ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഹാരപ്പൻസ് ഈസ് നോട്ട് ഡെസിഫൈഡ് ടിൽ നൗ. ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നോ ഇപ്പൊ വീണ്ടും അങ്ങേര് തള്ളാൻ തുടങ്ങുമല്ലോന്നില്ല, ഞാൻ പറയുന്നില്ല. ഡെസിഫർ ചെയ്യാൻ എന്ത് പറ്റിയിട്ടില്ല, ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. സോ ഓപ്ഷൻ A ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത്. ഹാരപ്പ, ദൈമാബാദ്, മോഹൻജദാരോ, കാളിബംഗൻ 4 സൈറ്റുകൾ തന്നിട്ടുണ്ട്. അവിടുത്തെ ഫൈൻഡിങ്സ് തന്നെയാണ് ഇപ്പുറത്തുള്ളത്. കോപ്പർ എലിഫന്റ്, ബ്രോൺസ് ഡാൻസിംഗ് ഗേൾ, ഗ്രാനറി ഔട്ട്സൈഡ് സിറ്റഡൽ, ഫയർ ഓൾട്ടേഴ്സ്. ഈ പറഞ്ഞ പോലെ ഏതൊക്കെ അറിയാം ഏതൊക്കെ അറിയില്ല എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ശ്രമിച്ചു നോക്കാം. അറിയില്ലെങ്കിൽ നമ്മളതൊപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്ഷൻ A ഹാരപ്പയാണ്. ഹാരപ്പയിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 ചെറിയ ഗ്രാനറീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. ഏറ്റവും വലിയ ഗ്രാനറി മോഹൻജദാരോയിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ, ഗ്രേറ്റ് ഗ്രാനറി മോഹൻജദാരോയിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ 6 ചെറിയ ഗ്രാനറീസ് നമ്മൾ എവിടെയാണ് കണ്ടുപിടിച്ചത്, ഹാരപ്പയിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഓപ്ഷൻ A 3 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് നമുക്ക് ആ ബാക്കി വീട് നോക്കിയിട്ട് വരാം. എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം അല്ലെ. ദൈമാബാദിൽ ഏതാണ് വരാൻ പോകുന്നത്? ദൈമാബാദിൽ നമുക്ക് ഇതൊന്നും അറിയുന്ന വല്ലതുണ്ടോ? ഇല്ല, പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അടുത്ത മോഹൻജദാരോ ആണ്. മോഹൻജദാരോ കണ്ട ഉടനെ നിങ്ങൾ പറയാൻ പറ്റും, കാരണം മോഹൻജദാരോ നമുക്ക് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മോഹൻജദാരോയിൽ നിന്ന് ബ്രോൺസ് ഡാൻസിംഗ് ഗേൾ, ആ ഡാൻസിംഗ് ഗേളിന്റെ പ്രതിമ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചോദ്യം വന്നതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C എന്താണ്? 2 ആണ്, അല്ലെങ്കിൽ 2C ആണ്. എത്ര ഓപ്ഷൻ ഉണ്ട്? C3. ഇവിടെ ഓപ്ഷൻ A പോയി, C3 എഗെയിൻ ഓപ്ഷൻ പോയി. ഇനി ഇത് 2 അല്ലേ, C2 ഐദർ C അല്ലെങ്കിൽ D ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്ക്, കാളിബംഗൻ, കറുത്ത വളകൾ അല്ലെ. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടെടുത്തിട്ടുണ്ട്? ഇതിൽ ഏതാ കണ്ടെടുത്തിട്ടുള്ളത്? ഫയർ ഓൾട്ടേഴ്സ് കണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു കാളിബംഗനിലും. പിന്നെ എവിടെയാണ് നമ്മൾ ഫയർ ഓൾട്ടേഴ്സ് കണ്ടെടുത്തത്? പോരട്ടെ ന്യൂട്രലോൻ മറിച്ച് നോക്കൂ, ഇല്ലാത്തവൻ ആലോചിച്ച് പറയൂ അല്ലെ. ഏതാണ്? ലോത്തലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫയർ ഓൾട്ടേഴ്സ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ D ആണ് വരേണ്ടത് അല്ലെ. കാളിബംഗനിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫയർ ഓൾട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം D4 അല്ലെങ്കിൽ 4D വരണം. ഇവിടെ 2 ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഒന്നുകിൽ C ആണ് അല്ലെങ്കിൽ D ആണ്. അതിൽ D4 വരുന്നത് ഒറ്റന്നേ ഉള്ളൂ. D4 വരുന്നത് ഏതാ? ഓപ്ഷൻ D നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇത് നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. ഇനി ബാക്കി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി B ദൈമാബാദ് ആണ്. ദൈമാബാദിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്?
ഒരു കോപ്പർ എലിഫന്റ് കിട്ടിയിട്ടുണ്ട്. നോട്ട് ചെയ്യുക, ദൈമാബാദ് ഒരു കോപ്പർ എലിഫന്റ് കിട്ടിയിട്ടുണ്ട്. C2 മോഹൻജദാരോ. C2 ഓക്കെ, അത് നമുക്ക് ഓൾറെഡി കിട്ടിയ. ബി ഞാൻ ചെയ്തത് മാറിപ്പോയി തോന്നുന്നു അല്ലേ? ബി ആണ് ഇവിടെ. ഓക്കെ കറക്റ്റ് ചെയ്യാട്ടോ, ഞാൻ പറഞ്ഞ മാറിപ്പോയി. ബി ആണ് അല്ലെ? ദൈമാബാദ് എന്ന കോപ്പർ എലിഫന്റ് B1 ആണ്. അതുപോലെ C2 നമുക്ക് കിട്ടി, D4 നമുക്ക് കിട്ടി, A ആണ് കിട്ടാനുള്ളത്. ഹാരപ്പയിൽ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. എന്താണ്? ഗ്രാനറി ഔട്ട്സൈഡ് സിറ്റാഡൽ ആണ്. ദൈമാബാദ് മാത്രമേ നമുക്ക് അറിയാത്തതുണ്ടായിരുന്നുള്ളൂ, ബാക്കി 3 എന്ത് തന്നെയായിരുന്നു? നമുക്ക് അറിയുന്നത് തന്നെയായിരുന്നു. ഇത് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണല്ലോ ചോദ്യം ഇടുന്നത്. അപ്പം ഞാൻ പഠിപ്പിച്ചതിന് അടിസ്ഥാനമാക്കി മാത്രം എനിക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ഇടാം. അതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നുള്ള വാശി എനിക്കുണ്ട്. അല്ലെങ്കിൽ ആ ചെയ്യുന്നത് 100% തെറ്റായിട്ടുള്ള കാര്യമാണെന്നും ഒട്ടും എത്തിക്സിന് നിരക്കാത്ത പരിപാടിയാണെന്ന് അറിയുന്നതുകൊണ്ടാണ് വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതിനും എല്ലാം ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത് എനിക്കറിയാം, ഇത് എൻ്റെ ഇമേജ് വളരെ കറക്റ്റ് ചെയ്യണം, എനിക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്ത് മാത്രം ചോദ്യം ഇടാം. പക്ഷേ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, KS ഞാനല്ല ചോദ്യം ഇടുന്നത്, UPSCക്ക് ഞാനല്ല ചോദ്യം ഇടുന്നത്, എന്തിന് ഡിഗ്രി ലെവൽ PSCക്കോ SSCക്കോ RRBക്കോ ഞാനല്ല ചോദ്യം ഇടുന്നത്. നമ്മൾ ആരുമല്ല ഈ പഠിപ്പിക്കുന്നവരൊന്നുമല്ല ഇതിന് ചോദ്യം ഇടുന്നത്, അത് വേറെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും എന്ത് പറയുന്നത്, ഈ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുമ്പോൾ ഒപ്പം നോട്ട് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ചോദ്യത്തിലുള്ള നമുക്ക് പിക്ക് ചെയ്യാനും പറയുന്നത്. ചിലപ്പോൾ ഈ 4 ഒന്നും അറിയേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ വെറും 2 വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്തത് അല്ലേ? നമുക്ക് ഹാരപ്പ ഡൗട്ടായിരുന്നു, മാറ്റി വെച്ച് നമ്മൾ മോഹൻജദാരവും കാലിബംഗരും മാത്രം വെച്ച് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്ത് ചെയ്യുക, ആ സ്കില്ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒപ്പം കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സ് കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് പോകുക. അപ്പോൾ ദൈമാബാദിൽ നിന്ന് ഒരു കോപ്പർ എലിഫന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്തായി, ക്ലിയർ ആയി. ഹാരപ്പയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ കാര്യം എന്താ പറയുക, ഹാരപ്പയിൽ നിന്ന് 6 ചെറിയ ഗ്രാനറി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയായിരുന്നു. അത് സിറ്റഡലിന് പുറത്താണ് ആ ഗ്രാനറി ഉണ്ടായിരുന്നത്, എന്ത് ചെയ്തു, ഇവിടെ നിന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിന്റെ എക്സ്ട്രാ സാധനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പിക്ക് ചെയ്ത് പോകണം. 6 ഗ്രാനറി ഉണ്ടെന്ന് അറിയാം, അതിനോട് ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടി. 6 ഗ്രാനറിലും എവിടെയാണ് കണ്ടേക്കുന്നത്, സിറ്റാഡലിന് പുറത്താണ് കണ്ടേക്കുന്നത്. ഐഡിയ മനസ്സിലായോ? ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പഠിക്കാനായിട്ട്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. താഴെ തന്നിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയായതല്ല മക്കളെ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ ഓപ്ഷൻ, പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ യൂസ്ഡ് ടു പ്രാക്ടീസ് മെറ്റലർജി. സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകൾ മെറ്റലർജി പ്രാക്ടീസ് ചെയ്തിരുന്നു. ഉറപ്പല്ലേ? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്, ബ്രോൺസ് വരെ ഒരു ഉപയോഗിച്ചിരുന്നു. സോ ഓപ്ഷൻ എ എന്താണ്, ശരി ഉത്തരാണ്. ഇൻകറക്റ്റ് ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി, നോ സൈറ്റ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ഹരിയാന റീജിയൻ. ഹരിയാനയിൽ ഇതിന്റെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. 3 ആനകള്, ഹരിയാന, ബനാവലി, ആന എന്ന് പറഞ്ഞ് ഞാനൊരു കോഡ് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ ഹരിയാനയിൽ കണ്ടെത്തിയിട്ടില്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഹരിയാനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇതെന്താണ്, ഇത് തെറ്റാണ്. ഹരിയാനയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ കണ്ടെത്തിയിട്ടുണ്ട്, നമുക്ക് ഉറപ്പാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് വായിച്ചോ. ആനിമൽസ് നോൺ ടു പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻക്ലൂഡ് ഹംപ്ഡ് ബുൾ, റൈനോസിറസ്, എലിഫന്റ് ഹോഴ്സ്. എല്ലാം നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഓൾ ഓഫ് ദി അബോ, എല്ലാം ശരിയാണെന്നല്ല, എല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. എല്ലാം തെറ്റാണോ? അല്ല. ഇതും എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഒന്ന് ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്, ഹരിയാനയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വീണ്ടും പിടിച്ച ഒരു മാച്ച് ദ ഫോളോയിങ്. ഇത്തവണ സൈറ്റും അത് കണ്ടുപിടിച്ച ആളുകളാണ്. എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് അറിയുന്നതെല്ലാം വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. മോഹൻജദാരോ, മോഹൻ ബാനർജി, എല്ലാവർക്കും അറിയാം. സോ എന്താണ്, A3 ആണ്. A3 വരുന്ന എത്ര ഉണ്ട്? ഇനിയിപ്പോൾ നമുക്ക് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയണ്ടല്ലോ. സിയും ഡിയും പോയി, എയും ബിയും. ഇങ്ങനെ കണ്ണിങ്ങനെ ഓരോന്ന് നമ്മൾ പടപടയുന്ന ഓപ്ഷനിൽ വരണം, തിരിച്ചു പോകണം, ഓപ്ഷനിൽ വരണം, തിരിച്ചു പോകണം. 2ാമത്തെ ചാഹുന്താരോ, ചില പാർക്കിലൊക്കെ ഒരു സംശയം ഉണ്ടാവും, അവിടെ നിൽക്കട്ടെ. ഹാരപ്പ എടുക്ക്. ഹാരപ്പ എല്ലാവർക്കും അറിയാം. സി എന്താണ്, ദയാറാം സാനിയാണ്. സോ സി ആണ്. സോ സി എന്ത് വരണം, C1 എന്ന് വരണം. C1 വരണം, A3 വരണം. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ് ഉണ്ടായിരുന്നത്. C4 ഇവിടെ, ഇതും പോയി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഡയറക്റ്റ് ഫൗണ്ടേഴ്സ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി നിങ്ങൾ നോക്കിക്കോ. 11ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് മാർക്ക് ദ ഓപ്ഷൻ വിച്ച് ഈസ് കറക്റ്റ്. താഴെ തന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റിപ്പോയി. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ നോക്ക്, റൈസ് ഹസ്ക് ഹാസ് ബീൻ ഫൗണ്ട് ഫ്രം ലോത്തൽ ആൻഡ് റങ്പൂർ. ലോത്തലിൽ നിന്നും റങ്പൂരിൽ നിന്നും അരിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചപ്പോൾ റങ്പൂർ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, റൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച ഒരേ ഒരു പോയിന്റ് എന്തായിരുന്നു, അതായിരുന്നു. പക്ഷെ ലോത്തലിൽ നമുക്കൊരു സംശയമുണ്ട് അല്ലേ? അവിടെ നിൽക്കട്ടെ. പാതി ശരിയാണ്, പാതിയിൽ നമുക്കൊരു സംശയമുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. അവിടെ നിന്നോട്ടെ. 2ാമത്തെ വായിക്കും, എവിഡൻസ് ഓഫ് ഡെക്കറേറ്റഡ് ബ്രിക്സ്
യൂസ്ഡ് ഇൻ ഫ്ലോറിംഗ് അറ്റ് ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് കാളിബംഗൻ. നമ്മൾ പറഞ്ഞിരുന്നു താഴെ ഡെക്കറേറ്റഡ് ബ്രിക്സ് വെച്ച് എന്താ പറയുക അറേഞ്ച് ചെയ്തിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഫ്ലോറിംഗിൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു സൈറ്റ് ഏതായിരുന്നു? കാളിബംഗൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? അതെ, ശരിയാണ്. അപ്പൊ 2 കറക്റ്റ് ആവണം. 2 കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് ദി അബവ് കറക്റ്റ് ആവാം. ഓപ്ഷൻ ബി 2 and 3 കറക്റ്റ് ആവാം. സി വരുമോ? നൺ ഓഫ് ദി അബവ് വരുമോ? ഇല്ല, സി എന്ത് ചെയ്തു? നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മൂന്നാമത്തെ നോക്കിക്കോ, എ ക്ലേ മോഡൽ ഓഫ് പ്ലോ ഹാസ് ബീൻ ഡിസ്കവർഡ് ഫ്രം ബനാവലി. നമ്മളത് കുറച്ച് മുമ്പ് നമ്മളത് പഠിച്ചു അല്ലെ, ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്താ പറയാ 3 ശരിയാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. അവിടെ നിന്നോട്ടെ. അപ്പൊ അതും ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ വഴിയെ എന്ത് ചെയ്തിട്ടുണ്ട്? വഴിയെ നമ്മൾ പിക്ക് ചെയ്തൊരു സംഭവമാണ്. നാലാമത്തെ, ദ സ്റ്റിയറ്റൈറ്റ് ഫിഗർ ഓഫ് ബിയർഡഡ് മാൻ ഹാസ് ബീൻ റിക്കവർഡ് ഫ്രം മോഹൻജദാരോ. മോഹൻജദാരോയിൽ നിന്ന് ഇതിന് ഒരു സ്റ്റിയറ്റൈറ്റ് ഫിഗർ അല്ലെ, പ്രീസ്റ്റ് ആയിരുന്നു, ഹാരപ്പയുടെ മുഖമാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. അത് മോഹൻജദാരോ തന്നെയല്ലേ? അത് ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, സ്റ്റിയറ്റൈറ്റ് ഫിഗർ, ബ്രോൺസ് ഡാൻസിങ്ങൾ എല്ലാം എവിടെ നിന്നാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. അപ്പൊ എന്താണ്? ഇതും കറക്റ്റ് ആണ്. 2, 3, 4 കറക്റ്റ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇനിയിപ്പോ 3 നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. 2, 4 കറക്റ്റ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, 2, 4 കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്തായേ പറ്റൂ? എല്ലാം ശരിയായേ പറ്റൂ അല്ലെ? 2, 4 മാത്രം ശരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇല്ല, 4 എന്തായാലും ശരിയാണ്. 4 ശരി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ 3 വഴിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോത്തലിൽ നിന്നും റാങ്പൂരിൽ നിന്നും റൈസസ് കിട്ടി. ഉടനെ നമ്മൾ നമ്മുടെ ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്തു. ലോത്തലിൽ നിന്ന് മാത്രമല്ല, റാങ്പൂരിൽ നിന്ന് മാത്രമല്ല, ലോത്തലിൽ നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്? റൈസസ് കിട്ടിയിട്ടുണ്ട്. ഐഡിയ കിട്ടിയോ? സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഇതേ പിടിച്ചോ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. നദീതീരങ്ങളാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു പണിയായിട്ട് തരട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, ഡയറക്റ്റ് ആണ്. എനിക്കിതിലൊന്നും പറഞ്ഞു തരാനില്ല. നദീതീരങ്ങളാണ്, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. സൈറ്റുകൾ ഇപ്പുറത്തുണ്ട്. ഏത് നദിയുടെ തീരത്താണ് ഉണ്ടായിരുന്നത്? ഈ ഭാഗത്തുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞു ഹോംവർക്ക്. നിങ്ങൾക്ക് ഒരു പണിയും തന്നില്ലെങ്കിൽ, കഴിഞ്ഞ ഒറ്റ ക്ലാസ്സിൽ ഞാൻ ഒരു പണിയും തന്നിട്ടില്ല. അപ്പോൾ 12ാമത്തെ ചോദ്യം നിങ്ങളുടെ ഹോംവർക്കാണ്. ഏത് നദീതീരാണ്, എങ്ങനെയാണ്, ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരിക എന്നുള്ളത് നിങ്ങൾ പറയാം. പറ്റുമെങ്കിൽ ആരെങ്കിലും ഇത് കറക്റ്റ് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ചുകൂടി എനിക്ക് എന്താവും? സന്തോഷമാവും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 12 ചോദ്യങ്ങൾ നമ്മൾ സംസാരിച്ചു, 11 സംസാരിച്ചു. 12ാമത്തെ ഞാൻ നിങ്ങൾക്ക് പണിയായിട്ട് തന്നു. ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആയാലും നമ്മൾ ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയായാലും ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കഴിയുമ്പോഴെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി എന്താവും? ആ സ്കില്ല് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം സെഷൻസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, ഇനിയിപ്പോൾ ഒരു കാര്യം ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. എന്നാലും നമുക്ക് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്തോളൂ? നിങ്ങൾ താഴെ അറിയിച്ചോളൂ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സുകളിൽ വരുത്താം. അപ്പോൾ ഇത് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. നമ്മൾ കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പല മുമ്പുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള പോലെ. അപ്പോൾ ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഗ്രാജുവലി വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ സംശയങ്ങളോ തെറ്റുകുറ്റങ്ങളോ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക? അത് താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. Thank you for watching Academies. Have a nice day.